അങ്ങനെ നമ്മൾ 241 ആഹ് 241 ഗൈഡഡ് ടോക്കിൽ ഈ ജേണി എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് വീക്കിൽ നമ്മുടെ ഗൈഡഡ് ജേണിയും മറ്റുള്ള ടോപ്പിക്സൊക്കെ പലർക്കും ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി, ഒരുപാട് ഫീഡ്ബാക്കുകൾ കിട്ടി. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഗൈഡഡ് ജേണി എന്ന് പറഞ്ഞത് അന്നത്തെ ദിവസം പിന്നെ ഗൈഡഡ് ടോക്കിൻ്റെ ആവശ്യമില്ല. കാരണം ഗൈഡഡ് ടോക്കുകൾ പോലോത്തത് എന്ത് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്കം ആണ് നമ്മൾ ആക്ച്വലി ഗൈഡഡ് ജേണിയിൽ കേൾക്കാറുള്ളത്. ഗൈഡഡ് ടോക്ക് എന്നുള്ളത് ഒരു ഇൻപുട്ട് മാത്രമാണ്. ഏതൊരു ഇൻപുട്ടിനും ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും, ഒരു ഔട്ട്കം ഉണ്ടായിരിക്കും. അപ്പോൾ ഔട്ട്കം ആണ് ആക്ച്വലി ഗൈഡഡ് ജേണിയിലൂടെ പൊതുവെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല ഗൈഡഡ് ജേണികൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ മിസ്സാക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ഗൈഡഡ് ജേണി പൊതുവെ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചില ആളുകളെ നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. നമ്മളെ GTയുടെ ഒരു പാറ്റേൺ നോക്കിയാൽ 7:30 കറക്റ്റ് പ്ലാൻ ചെയ്ത് കയറുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് മിസ്സായി പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ പാർട്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജസ്റ്റ് മെഡിറ്റേഷൻ എടുത്തതിന് ശേഷം GTയിൽ ഇരിക്കുന്നതും മെഡിറ്റേഷൻ എടുക്കാതെ GTയിൽ ഇരിക്കുന്നതും നമുക്ക് വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ കുറച്ച് തുടർച്ചയായിട്ട് മെഡിറ്റേഷനിലൂടെ തന്നെ എടുത്തതിന് ശേഷം GT കേട്ടതിന് ശേഷം ഒന്ന് മാറി ചിന്തിച്ചാൽ മതി. നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഈ അവെയർനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്സർവ് ചെയ്തിട്ടും അനലൈസ് ചെയ്തിട്ടും മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ്. ഇതിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ അല്ല, അതിന് സ്പെസിഫിക്കലി ഒരു മെഷറിംഗ് സ്കെയിൽ ഇല്ല. പക്ഷെ എക്സ്പീരിയൻസിലൂടെ ഫീലിങ്സിലൂടെ മാത്രം നമുക്ക് നമ്മുടെ അവെയർനെസ്സുകളുടെ അളക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വീക്കിൽ ഒരു ആഴ്ചയോളം പൂനെയിലായിരുന്നു, നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഒരു സർട്ടിഫിക്കേഷൻ ആവശ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ട്രെയിനിങ് ഒക്കെ ആവശ്യമായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. എൻ്റെ ഒരു കൂടെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം 2 ദിവസം മുന്നേ നമ്മളെ ലാസ്റ്റ് ഡേ ഞാൻ തിരിച്ചു വരുന്ന ദിവസം നമുക്കൊരു കോൺവെർസേഷൻ നടക്കുമ്പം ഹീസ് ഫ്രം നാഗ്പൂർ. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞൊരു കാര്യം, നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പോയ സമയത്ത് ആൾ കുറച്ചുകൂടി ഒരു സ്പിരിച്വൽ സീക്കിങ്ങിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കുറേ 5 വർഷത്തോളമായിട്ട് മുടങ്ങാതെ 2 നേരം മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്നോട് സംസാരിക്കാൻ ആളുടെ ലൈഫ് പറയാണ്, മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ തിരക്കിൽ നല്ല ടൈറ്റ് സ്കെഡ്യൂളായിരുന്നു. ട്രെയിനിങ്ങിൻ്റെ തിരക്കിൽ ഒരു ദിവസം ആൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞത്, ഞാൻ സെഷനിൽ വന്നിരുന്നപ്പം രാവിലെ മുതൽ 2-3 മണിക്കൂറോളം എനിക്ക് നിർത്താതെ ഒരു ഹെഡ് ഏക്ക് ആയിരുന്നു, ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്താ കാര്യം എന്ന് ആൾക്കൊരു മെൻറ്റർ ഉണ്ട്. മെൻറ്ററോട് ചോദിച്ച് അനലൈസ് ചെയ്ത സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ഒരു പ്രാക്ടീസായി കൊണ്ട് നടന്നുകൊണ്ട് ഇപ്പോൾ ഡെയിലി രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്ക് 8 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ 1, 2, 3 ദിവസം ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ആളുടെ ബ്രെയിൻ ഓൾറെഡി മെഡിറ്റേഷനുമായിട്ട് അത്രമാത്രം അടുപ്പത്തിലായതുകൊണ്ട് ഒരു ദിവസം അത് കൊടുക്കാതെ ഇരുന്നപ്പം ബ്രെയിന് ഡിസ്റ്റർബ്ഡ് ആവാണ്. ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ അത്രത്തോളം അതിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള ഡിഫറൻസും ആൾ എന്നോട് പറഞ്ഞു. ഞാൻ എന്നിട്ട് കുറച്ച് സമയം അവിടെ മാറി ഇരുന്നിട്ട് എൻ്റെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം സെഷനിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ക്ലാരിറ്റി, ഈസിനെസ്, ആ ഹെഡേക്ക് ഒക്കെ പോയതായിട്ട് ഫീൽ ചെയ്തു എന്നും പറഞ്ഞു. അപ്പോൾ ആക്ച്വലി ഇത് ചില ലൈവ് എക്സാമ്പിൾസാണ്, നമുക്ക് ലൈഫിൽ ഉണ്ടാകാതെ നമ്മൾ പലരോടും കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, പലരും എത്രത്തോളം ഡിഫറൻസ് മെഡിറ്റേഷൻസ് ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വീക്കിലി എങ്കിലും, ഡെയിലി ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ വീക്കിലി എങ്കിലും എസ്പെഷ്യലി ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഗൈഡഡ് ടോക്ക് എന്നുള്ളത് മെഡിറ്റേഷനോട് കൂടി തന്നെ തുടങ്ങുന്ന ഒരു പ്രൊസീജിയറായിട്ട് അതിനെ അപ്രോച്ച് ചെയ്താൽ നന്നായിരിക്കും എന്നൊന്ന് ഉണർത്താണ്. അതുപോലെ തന്നെ ഗൈഡഡ് ജേണികളും വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളതാണ്. കാരണം ഇതൊക്കെ തന്നെ നമ്മളിലൊരു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്കായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. ഞാൻ ഇന്ന് വരുന്ന സമയത്ത് കേട്ടോണ്ടിരിക്കുന്നത് ഷിറിൻ നിങ്ങളോട് സെൽഫ് ഓഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിലേക്ക് തന്നെ നമ്മൾ വരുന്നത്. അപ്പം അത്തരത്തിൽ അനാലിസിസ് നടത്തി നമുക്കൊരു കാര്യം മനസ്സിലായി, എവിടെയൊക്കെയാണ് ഞാൻ ദേഷ്യം പിടിച്ചിട്ടുള്ളത്, എവിടെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ലാതെ റിയാക്ട് ചെയ്ത് പോയിട്ടുള്ളത്. അങ്ങനെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അത് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ, ജസ്റ്റ് ചിന്തിച്ചതുകൊണ്ട് മാത്രമായില്ല ഇനി അങ്ങനെ വന്നാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും ചെയ്യാം എന്ന് ജസ്റ്റ് ചിന്തിച്ചത് കൊണ്ട് മാത്രമായില്ല, നമ്മളെ മനസ്സിനെ നമ്മൾ അതിലേക്ക് ട്രെയിൻ ചെയ്തെടുക്കണം എന്നുള്ളതാണ്. മനസ്സിനോട് ഒപ്പം ഇരുന്ന് ട്രെയിൻ ചെയ്തെടുക്കണം. നമ്മളുടെ മനസ്സല്ല നമ്മളെന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരമല്ല നമ്മളെന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സും ശരീരവും നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ശരീരത്തിന് നമുക്ക് തീർച്ചയായിട്ടും പല ഘട്ടങ്ങളിലായിട്ട് നമ്മളെ ബോഡിയെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം, ബോഡിയെ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കാം, ട്രെയിൻ ചെയ്യുന്നുണ്ടായിരിക്കാം, ഫീഡ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരിക്കാം. മനസ്സിനെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. മനസ്സ് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സ് എന്തൊക്കെയാണ് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയൂല, നമ്മൾ ശ്രദ്ധിച്ചോളണമെന്നില്ല. പക്ഷെ നമ്മളെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും അഴുക്കുണ്ടെങ്കിൽ
അഴുക്കുചാലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും നമ്മൾ പോയിട്ട് കാല് വെച്ചാൽ അപ്പം നമുക്ക് കാലെടുക്കും. കാരണം നമുക്കറിയാം ചളിയായിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ചാരി നിന്ന് കഴിഞ്ഞാൽ ശരീരത്തിലോ ഡ്രസ്സിലോ പൊടി, ഡ്രസ്സ് തെറ്റിന് പൊടിയായാലും നമുക്കറിയാം ഓക്കെ പൊടി ആയിട്ടുണ്ട്. നമ്മൾ അപ്പം തന്നെ അതിന് പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ശരീരം ചാരുന്നത് പോലെ തന്നെ മനസ്സും പലയിടത്തും പോയി നിൽക്കുന്നുണ്ട്, പലയിടങ്ങളിലും പോയി നിൽക്കുന്നുണ്ട്. ചില സമയത്ത് മനസ്സ് പോയി കറങ്ങുന്നത് സോഷ്യൽ മീഡിയയിലായിരിക്കാം. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറേ ഇൻഫർമേഷൻസിന്റെ ഇടയിലൂടെ മനസ്സ് കടന്നുകൊണ്ടായിരിക്കാം. അതുമായിട്ട് ചാരിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണ്? വളരെ ബാഡ് ആയിട്ടുള്ള കുറെ ന്യൂസുകൾ, അല്ലെങ്കിൽ വളരെ ആവശ്യമില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകൾ, കുറ്റപ്പെടുത്തലുകൾ, വാദപ്രതിവാദങ്ങൾ, ഇതിലൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരം ഒരു അഴുക്കുചാലിൽ പോയി നിൽക്കുന്നത് പോലെ തന്നെ നമ്മളെ മനസ്സവിടെ പറ്റിയിരിക്കുകയാണ്. നമ്മൾ നോക്കേണ്ടത് ഇതിലൂടെ കടന്നു പോയപ്പോൾ എന്തെങ്കിലും സാധനം എന്നെ മനസ്സിനെ ബാധിച്ചോ, എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുക? അതും ഇങ്ങോട്ട് തിരിച്ചു ഇറങ്ങി വന്നാൽ തന്നെ, അല്ലെങ്കിൽ നമ്മളെ അവയർനെസ് ഒന്ന് മാറുമ്പോൾ തന്നെ നോക്കുമ്പോൾ ഭയങ്കര ഡ്രെയിൻഡ് ഫീലിംഗ് വരുന്നത്, ടയേർഡ് ഫീലിംഗ് വരുന്നത്. കുറേ നേരം ഫോൺ സ്ക്രോൾ ചെയ്യുന്നവർക്കറിയാം, സ്ക്രോൾ ചെയ്ത് ഒരു പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടയർഡ്നെസ് വരും. അതെന്തുകൊണ്ടാണ്? മനസ്സിനേറ്റിട്ടുള്ള ആ ക്ഷതം, മനസ്സിലേക്ക് പറ്റിപ്പിടിച്ചിട്ടുള്ള എന്താണ് ഇമോഷൻസ്, അത് നമ്മുടെ ശരീരത്തിലേക്ക് കൂടി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ടയർഡ്നെസ് കാര്യങ്ങൾ സൂചനകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ മനസ്സിനെയും ശരീരത്തിനെ നമ്മൾ ഓഡിറ്റ് ചെയ്യും ഓഫ് കോഴ്സ്. അതുപോലെ തന്നെ നമ്മളെ മനസ്സിനെ നമുക്ക് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് നടത്തേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെയാണ് മനസ്സിനെ പലപ്പോഴും ഓഡിറ്റ് ചെയ്യൽ വളരെ എന്താ പറയാ, ഒരു ടാസ്ക്കാണ്, ഒരു ബിഗ് ടാസ്ക് തന്നെയാണ്. കാരണം മനസ്സ് തന്നെയാണ് ചിന്തിക്കേണ്ടത്. മനസ്സുകൊണ്ട് ചിന്തിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുന്ന മനസ്സിനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ശരീരത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ശരീരത്തിൽ അഴുക്ക് പറ്റിയിരിക്കുന്നു. അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളെ ശരീരത്തിലെ അവയവങ്ങൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ അഴുക്ക് തട്ടുന്നതും റെഡിയാക്കുന്നതും ഒക്കെ. പക്ഷെ അവിടെ നമുക്ക് മനസ്സിന്റെ നിയന്ത്രണമുണ്ട്. പക്ഷെ ഇത് ഓർമ്മിപ്പിച്ച് തരുന്ന മനസ്സ് എവിടെയെങ്കിലും ചാരിയിട്ടുണ്ടോ, എന്തെങ്കിലും പറ്റിപ്പിടിച്ചിട്ടുണ്ടോ നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ പല ആൾക്കാരും എന്തൊക്കെ ചിന്തകളാണോ വരുന്നത് അതിനോടനുസരിച്ച് ഇങ്ങനെ ജീവിച്ചു പോകും. ഫ്ലോ വിത്ത് ദ ഫ്ലോ. എന്തൊക്കെ തോട്ടുകളാണ് വരുന്നത് അത് വരും. എന്തൊക്കെയാണോ ആളുകളെ പറ്റി ചിന്ത വരുന്നത് അതങ്ങ് ചിന്തിച്ച് തീർക്കും. എന്താണ് ഇമോഷൻ പ്രകടിപ്പിക്കാൻ തോന്നുന്നത് അതങ്ങ് പ്രകടിപ്പിക്കും. ചില സമയങ്ങളിൽ നമുക്ക് തോന്നും യെസ് അവർ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്, അവരെന്നോട് അങ്ങനെ ചെയ്യാനേ പാടില്ലായിരുന്നു മനസ്സിന് തോന്നും. നമ്മൾ വളരെ മോശമായിട്ട് സംസാരിക്കും. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അതേ മനസ്സ് തന്നെ നമ്മളോട് പറയും ഒന്നുമില്ലെങ്കിൽ ഒരു മനുഷ്യരല്ലേ, അവർ ചിലപ്പോൾ അത്ര ഒരു അവസ്ഥയിൽ ചെയ്തു പോയതായിരിക്കും, ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സ് പറയും. അപ്പൊ നമ്മൾ മനസ്സ് പറഞ്ഞത് കേട്ടിട്ട് എന്നാ ശരി ഞാൻ അവരോട് ക്ഷമ ചോദിക്കട്ടെ എന്ന് ക്ഷമ ചോദിക്കും. ചില സമയത്ത് ഇത് മാറി 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 വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആക്ച്വലി ഇറ്റ്സ് ക്വൈറ്റ് ചലഞ്ചിങ് ടു അക്കമ്പനി വിത്ത് ദ മൈൻഡ്. മനസ്സുമായിട്ട് അക്കമ്പനി ചെയ്ത് പോകാന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇവിടെയാണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞതിന്റെ ഇമ്പോർട്ടൻസ്, സെൽഫ് അനാലിസിസ് നടത്തുക എന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള. ഇത് കേവലം തോന്നലുകൾ വന്ന് ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നോടത്ത് മാത്രം ഇത് അവസാനിക്കരുത്. ഇത് ചെയ്യാതിരിക്കാൻ മനസ്സിനെ നമ്മൾ കൂടെ നിന്ന് ട്രെയിൻ ചെയ്തെടുക്കണം. ഈ ട്രെയിൻ ചെയ്യുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഷിറിൻ നിങ്ങളോടൊരു വിഷ്വലൈസേഷൻ ഒന്ന് ജസ്റ്റ് ചെയ്യാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. മനസ്സിനെ ട്രെയിൻ ചെയ്യുന്നതിൽ വിഷ്വലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇമേജുകളെ മനസ്സിലേക്ക് കൊടുക്കുന്നതിൽ വലിയ പങ്കുണ്ട്. മനസ്സ് അങ്ങനെ പിക്ക് ചെയ്യുള്ളൂ. മനസ്സിന്റെ ശൈലി അതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സിന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ വീണ്ടും വേറൊരു ചോദ്യം വരും, മനസ്സും തന്നെ ഇങ്ങനെ ആക്കിയോണ്ട് ഇപ്പൊ ഇത് മാറോ എന്നൊരു തോന്നൽ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഇത് മാറോ എന്ന ഒരു തോട്ട് ഇട്ടുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നത് മനസ്സിന്റെ ഏത് തലമാണ്? അഴുക്ക് പറ്റിയ തലമാണ്, പണിയെടുക്കാൻ മടിയുള്ള തലമാണ്. എന്നാൽ ഇങ്ങനെ ചെയ്തുകൊള്ളും, ചെയ്തിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ നമ്മളോട് പറയുന്നത് മനസ്സിന്റെ തന്നെ ആ അഴുക്കിന് ശുദ്ധീകരിച്ചെടുക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന തലവുമാണ്. അപ്പൊ ഇത് രണ്ടും സൈമൾട്ടേനിയസ്ലി മാറി മാറി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മനസ്സിനെ മാനേജ് ചെയ്യാൻ പഠിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ലൈഫിൽ ക്ലാരിറ്റിക്ക് വലിയ പങ്കുണ്ട്. പല ആൾക്കാരും മനസ്സിന്റെ തലം കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയാ ആത്മാവിന്റെ, ആത്മീയതയുടെ, സത്യത്തിന്റെ അന്വേഷണം എന്നൊക്കെ. അപ്പൊ മനസ്സിന് ഫീഡ് ചെയ്ത് കിട്ടിയ ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ്, കിട്ടിയ ബിലീഫിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ജനിച്ചു വീണ സമയം മുതലേ ഒരാളെ കാണിച്ചിട്ട് നമ്മളോട് അത് നിങ്ങളുടെ ഫാദറാണ്, അത് നിങ്ങളുടെ ഫാദറാണ്, ഇത് നിങ്ങളുടെ ബ്രദറാണ് എന്ന് നമ്മളെ നിരന്തരം ഇൻഫർമേഷൻ തന്ന് നമ്മളത് ബിലീവ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ അവരെ അങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടി ജനിച്ചു വീഴുന്നു, ആ കുട്ടി ആ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് കൊണ്ടുവെക്കുന്നു, ആ കുട്ടിയുടെ മനസ്സിന് നിരന്തരമായിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിലുള്ള നിന്റെ അച്ഛൻ, നിന്റെ അമ്മ, ഇവരിന്നൊക്കെ മാറ്റി വെച്ചിട്ട് അവരെ കാണിച്ചു തന്നിട്ട് അടുത്ത വീട്ടിലൊരാൾ പറയാം നീ എൻ്റെ കുട്ടിയാണ്, ഞാനാ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അവരാണ് അച്ഛൻ, അവരാണ് അമ്മ. അപ്പുറത്തുള്ള ആളുകളെ കാണിച്ചിട്ട് പറയാണ് അവർ നമ്മുടെ ശത്രുക്കളാണ്, ആ വഴിക്ക് പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സത്യം എന്താണെന്ന് അറിയാൻ പറ്റൂല. ആ കുട്ടിക്ക് ആ ചിന്തയിൽ എന്നെ നിലനിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ.
ഇപ്പൊ ഇത്രമാത്രം നമ്മളെ മനസ്സ് പല വിധേന, പല ഭാവേന, പല രൂപേണ പ്രോഗ്രാം ചെയ്യപ്പെടുന്നുണ്ട്, ട്രെയിൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള. അപ്പൊ നമ്മൾക്കറിയില്ല ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ ജെനുവിനായിട്ട് മനസ്സിലാക്കുന്നത്. ഇതെനിക്ക് ഇങ്ങനെ തന്നെയാണ് എന്ന് ജെനുവിനായിട്ട് ബിലീവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ പോലും എത്രത്തോളം നമ്മൾ അറിയാതെ നമ്മളെ മനസ്സിലേക്ക് കടത്തി വന്ന ഇൻഫർമേഷൻസ് സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. ഇത്തരം ട്രൂത്ത് അറിയാനുള്ള ആ ഒരു അന്വേഷണത്തിൽ നിന്നും എനിക്ക് വിശ്വാസം കൊണ്ട് കിട്ടിയതല്ല, എൻ്റെ പരിസരം കൊണ്ട് കിട്ടിയതല്ല, ആക്ച്വലി എക്സിസ്റ്റിംഗ് ട്രൂത്ത് എന്താണ് എന്നറിയാൻ അന്വേഷിക്കുമ്പോഴാണ് ശരിക്കും ഈ സ്പിരിച്വൽ സീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ ഈ സ്പിരിച്വൽ സീക്കിംഗ് തുടങ്ങുന്നവരാണ് പൊതുവെ മെഡിറ്റേഷനിലേക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കാറുള്ളത്. കാരണം മനസ്സിന്റെ ഇത്തരത്തിലുള്ള അഴുക്കുകളും മനസ്സിന്റെ ഇത്തരത്തിലുള്ള വളരെ ഉറച്ചു നിൽക്കുന്ന പ്രോഗ്രാമുകളും തോട്ടുകളും ബിലീഫുകളും ഇമോഷൻസും കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഇതൊക്കെ മാനസിക തലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, പല ആളുകളും ദൈവത്തെ പോലും മനസ്സിലാക്കിയിരിക്കുന്നത്, ലോകത്തെയും ദൈവത്തെയും അവനെയും അവന്റെ ചുറ്റുപാടിനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് മാനസിക തലത്തിൽ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പൊ മാനസിക തലത്തിൽ അറിയുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസം കൊണ്ടും അതുപോലെ തന്നെ ചുറ്റും കിട്ടിയ ഇൻഫോർമേഷൻ കൊണ്ടും അറിയുക എന്നൊരു തലത്തിലാണ്. അപ്പൊ ഇതിൽ നിന്നും മാറിയിട്ട് ശരിക്കും എക്സാക്ട്ലി ഐ ഹാവ് ടു എക്സ്പ്ലോർ ദ ട്രൂത്ത് എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ്. എന്ത് ക്ലാരിറ്റി? മനസ്സ് മേലാൽ അതിന് കിട്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ കൊണ്ടോ ഇൻഫർമേഷനുകൾ കൊണ്ടോ ബിലീഫുകൾ കൊണ്ടോ കടന്നു വന്നിട്ട് നമ്മളെ ഉപദ്രവിക്കാതെ അതിന്റെ ഭാഗത്ത് സെറ്റിൽഡ് ആക്കി വെച്ചിട്ട് നമ്മുടെ ലെൻസ് ക്ലിയർ ആക്കിയിട്ട് ട്രൂത്തിലേക്ക് നോക്കുന്ന ഒരു ആ ഐ ഡെവലപ്പ് ചെയ്യാനാണ് ആക്ച്വലി സ്പിരിച്വൽ ട്രെയിനിങ്ങുകൾ ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് സ്പിരിച്വൽ സീക്കിങ്ങിന്റെ ആവശ്യകത എന്ന് പറയുന്നത്. അതിലൂടെയാണ് ഹയർ ട്രൂത്ത് അറിയാനുള്ള അന്വേഷണം നമ്മളെ കൊണ്ടെത്തിക്കണം എന്നുള്ള. അപ്പൊ അതിൽ ഏതൊരു സ്പിരിച്വൽ സീക്കിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോഴും ഏതൊരു ട്രൂത്ത് അറിയാനുള്ള യാത്രയിലേക്ക് പോകുമ്പോഴും, അപ്പൊ ഈ ട്രൂത്ത് അറിയാനുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ദൈവത്തെ തേടിയുള്ള യാത്ര എന്ന് മാത്രം നിങ്ങൾ മാറ്റി വെക്കണ്ട. സ്പിരിച്വൽ എന്ന് പറയുമ്പം ഒരാൾക്ക് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം അറിയണം, ഒരാൾക്ക് ഈ നേച്ചറിൽ നിന്നും എന്തോ ഒരു എലമെന്റ് കണ്ടെത്തണം. അപ്പൊ ഹീസ് ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത്. പക്ഷെ അയാൾക്ക് ഓൾറെഡി അയാളുടെ മനസ്സിൽ പ്രീ പ്രോഗ്രാം ചെയ്യപ്പെട്ടുള്ള ഐഡിയകളും കോൺസെപ്റ്റുകളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അയാൾ ഒരു സയന്റിസ്റ്റ് ആണെങ്കിൽ പോലും അയാൾക്ക് കൂടുതലൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ സയന്റിസ്റ്റുകൾ കീപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഏതാണ്? അവർ കീപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ന്യൂട്രാലിറ്റി ആണ്. അവരുടെ പ്രീ ബിലീഫുകളോ അസംഷൻസോ ഒന്നും അവരെടുക്കൂല. അതിനൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ക്ലിയർ കട്ടായിട്ട് ഒബ്സർവേഷനിലൂടെ, അനാലിസിസിലൂടെ, ഇൻഫറൻസിലൂടെ, എക്സ്പെരിമെന്റിലൂടെ കാര്യങ്ങൾ കണ്ടെത്തണമെന്ന് വിചാരിക്കും. അതേ സമയത്ത് നമ്മൾ അതേ വഴി ഒരു കാര്യം കണ്ടെത്താൻ പോവാണെങ്കിൽ നമുക്കത് കണ്ടെത്തണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഓൾറെഡി നമ്മൾ പ്രീ അസംഷൻസ് വെച്ചിട്ട് അതിന്റെ പിറകെ അങ്ങ് പോകും. അപ്പൊ ആ മൈൻഡിന് വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ക്ലാരിറ്റിയിൽ ട്രൂത്ത് കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇവിടെയാണ് ക്ലാരിറ്റിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മുടെ മനസ്സിന് ക്ലാരിറ്റി ഉണ്ടാക്കുന്നതിൽ ആക്ച്വലി ഇത്തരത്തിലുള്ള സെൽഫ് ഓഡിറ്റിംഗ് ടാസ്കുകളും എസ്പെഷ്യലി മെഡിറ്റേഷനുകൾക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, ഹ്യൂജ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ അഗെയിൻ വൺ ഓഫ് മൈ എക്സ്പീരിയൻസ് വിത്ത് വൺ ഓഫ് മൈ ഫ്രണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് റീസെന്റ് ആയിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതേപോലെ തന്നെ കുറച്ച് ദിവസം ഞാൻ അവരുടെ കൂടെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹി യൂസ് ടു ടെൽ മീ ആക്ച്വലി ഹീസ് വെരി സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ എന്നോട് കുറെ കൺസേൺസ് പറഞ്ഞു. എനിക്കിങ്ങനെ ഡിവൈൻ പെർസ്പെക്റ്റീവിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഐ എം നോട്ട് മച്ച് ഇൻ ടു ദാറ്റ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്, ഐ ആം ഓൾവേസ് എ സീക്കർ ഇൻ ദ ലൈറ്റ് ഓഫ് സയൻസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ആള് ഭയങ്കരമായിട്ട് ആളുടെ കുറെ അണ്ടർസ്റ്റാൻഡിങ്ങും കുറെ പെർസ്പെക്റ്റീവ്സ് ഒക്കെ ഷെയർ ചെയ്തു. ഞാൻ ആ പെർസ്പെക്റ്റീവുകളൊക്കെ വിത്ത് റെസ്പെക്റ്റോട് കൂടി തന്നെ കേട്ടിട്ട് ആ പെർസ്പെക്റ്റീവുകളെ തെറ്റും കുറച്ചുകൂടി ന്യൂട്രൽ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ, ബയാസ്ഡ് ആയിട്ടല്ല ന്യൂട്രൽ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോൾ ആൾക്ക് ഇങ്ങനെ സെൻസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചിന്തിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, നമ്മളെ മൈൻഡിന് ക്ലാരിറ്റി ഉണ്ടായാൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പറ്റൂ, ബയാസ്ഡ് അല്ലാതെ. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു മെഡിറ്റേഷനൊക്കെ നല്ലതാ. പറഞ്ഞു മെഡിറ്റേഷനൊക്കെ വലിയ കുറെ പ്രൊസീജിയേഴ്സ് അല്ലേ. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട. ആസ് എ ബിഗിനർ കുറച്ച് സമയം നിങ്ങൾ നിങ്ങളുടെ ബ്രീത്ത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എടുക്കെടുത്ത് വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. ഇത് മാത്രം ചെയ്താൽ മതി. ഞാനത് പറഞ്ഞത് ഒരു രാത്രിയാണ്. അടുത്ത ദിവസം ഹി സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് ദാറ്റ്. അന്ന് വൈകുന്നേരം നമ്മൾ വീണ്ടും രാത്രി കണ്ടുമുട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു എക്സാക്ട്ലി ദ ചേഞ്ചസ് ആർ ഹാപ്പനിങ്. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി എക്സ്പ്ലോറേറ്റീവ് മൈൻഡ് വരുന്നുണ്ട്. ഇതെന്ത് മാജിക് ആണ്. ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, ഞാൻ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. എനിക്ക് കുറെ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കില്ല, ചില കേട്ട കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകും. ബട്ട് തിങ്സ് ആർ ഗെറ്റിംഗ് ക്ലാരിറ്റി. അങ്ങനെ ഒരു 4 to 5 days നമ്മുടെ കോൺവെർസേഷൻ കഴിഞ്ഞപ്പോഴേക്ക് ഹി വാസ് ടോട്ടലി ഇൻ ടു ദാറ്റ് ആൻഡ് ഹി വാസ് ആസ്കിങ് മീ ലൈക്ക് ഇത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ എന്ത് ചെയ്യണം, അപ്പൊ ഇത് കൂടുതൽ എക്സ്പെർട്ടൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം. അത് എക്സ്പീരിയൻസിലൂടെ 3-4 ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ള ക്ലാരിറ്റി എന്നാണ് ഹീസ് ചൂസിങ് സംതിങ്. അതുവരെ ക്ലാരിറ്റി എന്നല്ല, അതുവരെ ചൂസ് ചെയ്തത് ബയാസ്ഡ് തോട്ട് എന്നായിരുന്നു ഓരോ കാര്യങ്ങൾ ഇൻഫർമേഷനെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വി ഓൾ ഹാവ് ദ റൈറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത് ഹിയർ. അത് ഏത് വിഷയത്തിലാണെങ്കിലും. ഇതിൽ ബിസിനസ്സുകാരുണ്ടായിരിക്കാം, മേ ബി യു വിൽ ബി നെക്സ്റ്റ് പ്ലേസ് വെർ യു ആർ ടോട്ടലി സ്റ്റക്ക്. എന്ത് ചെയ്യണം ബിസിനസ്സുമായിട്ട് എന്നറിയാതെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല.
എന്ത് ക്ലാരിറ്റി ഇല്ല? യെസ്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് അറിയാം, പക്ഷെ നിങ്ങളുടെ മൈൻഡ് ലെവലിലാണ് നിങ്ങൾ അതിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈൻഡിനെ ന്യൂട്രാലിറ്റിയിൽ നിർത്തിക്കൊണ്ട് ഒരു ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് അതിന്റെ എക്സാക്ട് റൂട്ട് കോസ് കണ്ടെത്താൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങളുടെ മനസ്സിന് തന്നെ അതിന്റെ ക്ലാരിറ്റി കൊണ്ടുതരാൻ പറ്റും, പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ന്യൂട്രാലിറ്റിയിലായിരിക്കണം. ബിസിനസ്സുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും തന്റെ ബിസിനസ്സുമായിട്ടുള്ള വിഷയങ്ങളെ ന്യൂട്രലായിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ക്ലാരിറ്റിയിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ള ആളുകൾ അറ്റാച്ച്മെന്റ് സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ട് തന്നെ ചില ബയാസുകളുണ്ട്, ചില കണ്ടീഷൻസ് ഉണ്ട്, ചില എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൈൻഡിന്റെ ചില മാനിപ്പുലേറ്റഡ് സ്റ്റേറ്റുകളാണ് എക്സ്പെക്ടേഷൻസ് വെച്ചുകൊണ്ട് അത് മീറ്റ് ചെയ്യാത്തത് കൊണ്ട് ഹീസ് നോട്ട് ഓക്കെ, ഷീസ് നോട്ട് ഓക്കെ എന്ന് പറയാലും. അറ്റാച്ച്മെന്റ് വെച്ചുകൊണ്ട് അവർ പോകുന്ന സമയത്ത് എന്നെ നോക്കിയില്ല, അല്ലെങ്കിൽ ആ സമയത്ത് എന്നെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല, ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതും മൈൻഡ് ന്യൂട്രാലിറ്റിയിൽ നിൽക്കാതെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന മൈൻഡ് ബയാസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റിലായതുകൊണ്ടാണ് അവിടെയും കോംപ്ലിക്കേഷൻസ് റിലേഷൻഷിപ്പിൽ വരുന്നത്. ഇങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പുകൾ അനലൈസ് ചെയ്താലും അതേപോലെ തന്നെ ബിസിനസ് അനലൈസ് ചെയ്താലും ഓഫ് കോഴ്സ് ദ സ്പിരിച്വൽ പെർസ്പെക്റ്റീവ്സ് നമ്മൾ അനലൈസ് ചെയ്താലും അക്കാഡമിക് ഏരിയാസ് അനലൈസ് ചെയ്താലും ഇവിടെ ഒക്കെ നമ്മളെ മെന്റൽ സ്റ്റേറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളെ മൈൻഡ് ഏത് തലത്തിലാണ് നിൽക്കുന്നത്, ഇവിടെയാണ് നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നവരാവണം പറയാനുള്ളത്. മെഡിറ്റേഷൻസ് മാത്രമല്ല, റിഫ്ലക്ഷൻസ് കൂടി നടത്തണം. ഞാൻ ആദ്യം തന്നെ എൻ്റെ സുഹൃത്തിനെ കൊണ്ടുപോയത് മെഡിറ്റേഷനിലേക്കല്ല. ഐ വാസ് ജസ്റ്റ് ഹെൽപ്പിംഗ് ഹിം ടു പോസ് ആൻഡ് റിഫ്ലക്ട് ദ തിങ്സ്. ആ പോസ് ആൻഡ് റിഫ്ലക്ഷൻ നടത്തിയതിന് ശേഷമാണ് ടേക്കിംഗ് ടു ദ മെഡിറ്റേഷൻ. അപ്പം ഗൈഡഡ് കോഡിൽ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് ഡേ തന്നെ ടൂൾ കൊടുക്കല്ല. ഇപ്പൊ ചില ആൾക്കാർ പറയും വി നോ മെഡിറ്റേഷൻ, വി ഡു മെഡിറ്റേഷൻ, വി നോ ഫോർഗീവ്നെസ്, വി നോ ഗ്രാറ്റിറ്റ്യൂഡ്, വി ഓൾ പ്രാക്ടീസ് ദിസ്. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമല്ല, പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ യു ടു പോസ് ആൻഡ് റിഫ്ലക്ട്. അതിനെ കറക്റ്റായിട്ട് പോസ് ആൻഡ് റിഫ്ലക്ട് ചെയ്യണം. അത് വെറുതെ പോസ് ആൻഡ് റിഫ്ലക്ട് ചെയ്താൽ പോരാ, ന്യൂട്രാലിറ്റിയിൽ നിന്നിട്ട് തന്നെ പോസ് ആൻഡ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടുള്ള കാര്യം ഉറപ്പുവരുത്തണം. പല ആളുകൾക്കും ആ പോസ് ആൻഡ് റിഫ്ലക്റ്റിന്റെ ക്വാളിറ്റി കുറയാനുള്ള കാരണം ഞാൻ ജിസിയിൽ പറയാറുണ്ട്, വീട്ടമ്മമാർ വരുന്ന കഴിഞ്ഞാൽ മക്കളുടെ കാര്യം റെഡി ആണെന്ന് ചിന്തിച്ചിട്ട് അവിടെ വരുന്നിരിക്കുന്ന സമയത്ത് വീട്ടമ്മയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്ന വീട്ടമ്മയാണ് ആ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അവരെ പോസ് ആൻഡ് റിഫ്ലക്ട് എന്നുള്ളത് ന്യൂട്രൽ അല്ല, ഓൾറെഡി അറ്റാച്ച്ഡ് ആണ്, ഓൾറെഡി അവരെ ഔട്ട്കം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, എൻ്റെ കുട്ടിയുടെ കാര്യങ്ങൾ റെഡി ആയിരിക്കണം എന്നുള്ളത്. പോസ് ആൻഡ് റിഫ്ലക്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒന്ന് നിർത്തിയിട്ട് കണ്ടംപ്ലേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് കുറച്ച് സമയം ശാന്തമായിട്ടിരുന്നിട്ട് അതിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുക, ആലോചിച്ചുകൊണ്ടിരിക്കുക, പുനർവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുക, ദൃഷ്ടാന്തം കിട്ടുമാറ്, ഇൻസൈറ്റ് എടുക്കുമാറ് അതിൽ നമ്മൾ അലൈൻഡ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക, ഞാൻ എന്തായിരുന്നു അവിടെ ചെയ്തത്, എങ്ങനെയായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത് കറക്റ്റ് നടക്കാതെ നമുക്ക് മെഡിറ്റേഷനിൽ പോയിട്ട് കാര്യമില്ല. കാരണം മെഡിറ്റേഷൻ വർക്കൗട്ട് ആണെന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ പോസ് ആൻഡ് റിഫ്ലക്റ്റുകളെ കൂടി നടന്നതിന് ശേഷം പോകുമ്പോഴാണ് ക്ലാരിറ്റിയിൽ നിന്നും നമുക്ക് അത് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പറ്റാന്നുള്ളതാണ്. സോ ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് അബൌട്ട് മെഡിറ്റേഷൻ ആണെങ്കിലും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മളെ മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതും. അപ്പം മനസ്സിനോട് സംസാരിക്കേണ്ട, മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നിടത്ത് നമ്മൾ പരിശീലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പരിശീലന മുറകളാണ് ആക്ച്വലി നമ്മൾ ഗൈഡഡ് കോഡിൽ പഠിപ്പിക്കാറുള്ളത്. ഞാൻ ആരെയും തന്നെ പേഴ്സണൽ ഒരു ഇഷ്യൂ കേൾക്കാനിരിക്കില്ല ഗൈഡഡ് കോഡ് ചെയ്യാതെ. ബിക്കോസ് ഗൈഡഡ് കോഡ് ചെയ്യുന്നതിന് മുന്നേ ഐ നോ പീപ്പിൾ വിൽ ബി അറ്റാച്ച്ഡ് ടു എനി ഓഫ് ദെയർ പേഴ്സണാലിറ്റി. ഒന്നെങ്കിൽ അവരവരുടെ ബിസിനസ്സുകാരൻ എന്ന പേഴ്സണാലിറ്റിയിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് അതിൽ മാത്രം ബയാസ്ഡ് ആയിട്ടായിരിക്കും അവരെ തോട്ട് പോകുന്നത്. ആലോചിച്ച് നോക്കിയേ, ബിസിനസ്സിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ രാത്രി വരെ അവരുടെ 95% ചിന്തകളും അയാളുടെ ബിസിനസ് പേഴ്സണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും. അയാളുടെ ഏത് ഐഡന്റിറ്റിയിലാണ് അയാൾ വർക്ക് ചെയ്യണത്, ബിസിനസ്സുകാരൻ എന്ന ഐഡന്റിറ്റിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ബിസിനസ്സുകാരൻ എന്ന ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ ബിസിനസ്സിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. കാരണം യു ആർ ഓൾറെഡി ഇൻ ടു ദാറ്റ്, നിങ്ങൾ ഓൾറെഡി അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പം എന്തിനാണ് ബിസിനസ് കൺസൾട്ടൻസികൾ? നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ പുറത്തുനിന്നും അനലൈസ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരും അവർ. ഇതേപോലെ നമുക്ക് നമ്മളുടെ കൺസൾട്ടൻ്റ് ആവാം. ആ കൺസൾട്ടൻ്റ് ആവുന്നോടത്താണ് പറയുന്നത് നമ്മളുടെ റോളുകൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ന്യൂട്രലായിട്ട് ഒബ്സർവ് ചെയ്യണം. അതിൽ നിന്ന് നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ മനസ്സാണ്. സോ ഇന്ന് എനിക്ക് വളരെ മേജറായിട്ട് നിങ്ങളുടെ അവയർനെസ്സിലേക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. റെഡിയാണോ? എല്ലാവരും ഇവിടെ ഉണ്ടോ? ഫുള്ളി ഇവിടെ ഉണ്ടോ? വെരി ഗുഡ്, വണ്ടർഫുൾ. സോ ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു തിങ്ക് ആൻഡ് റിഫ്ലക്റ്റിംഗ് നടത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ, പോസ് ആൻഡ് റിഫ്ലക്റ്റ് നിങ്ങൾക്ക് നടത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി പറ്റും. ഞാൻ പറയാറുള്ളത് നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതല്ല, എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളതല്ല. ബിക്കോസ് പ്രോബ്ലം അല്ല സോൾവ് ചെയ്യേണ്ടത്, പ്രോബ്ലത്തിലേക്ക് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ പ്രോബ്ലം ഫേസിങ് പേഴ്സൺ ആയിരിക്കും ക്ലിയർ ചെയ്യേണ്ടത്. ഐ റിപ്പീറ്റ്, എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാനുള്ളതല്ല. ചില പ്രോബ്ലത്തിനല്ല സൊല്യൂഷൻസ് ആയിട്ടുള്ളത്, പ്രോബ്ലത്തിൽ ഇൻവോൾവ് ആകുന്ന ഹ്യൂമൺ ആരാണോ, പേഴ്സൺ ആരാണോ
ആ പേഴ്സണെ ആയിരിക്കും കറക്റ്റ് ചെയ്യേണ്ടത്. ആ പേഴ്സണെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ചിലപ്പോൾ നാച്ചുറലി ഫിക്സ് ചെയ്യും. അങ്ങനെ ആ പേഴ്സണെ കറക്റ്റ് ചെയ്യുന്നത് ചലഞ്ച് ആയിട്ടിരിക്കുകയും ആ പേഴ്സൺ ആ പ്രോബ്ലം സോൾവ് ചെയ്യൽ അത്രമാത്രം എന്താ പറയുക ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഇമോഷണൽ സംഭവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് എവിടെയൊക്കെ ഹീലിംഗ് ആവശ്യമായിട്ട് വരും. അപ്പോഴാണ് നമ്മൾ ഒരാളെ കൗൺസിലിങ്ങിനും തെറാപ്പിക്കും പരിപാടികൾക്കൊക്കെ മറ്റൊരാളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് വിടാറുള്ളതാണ്. പക്ഷെ പല വിഷയങ്ങളിലും മെജോറിറ്റി വിഷയങ്ങളിലും നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ആവശ്യമുള്ള പെർസെൻറ്റേജുകൾ നമ്മൾ കേരളം എടുത്ത് നോക്കി കഴിഞ്ഞാൽ പെർസെൻറ്റേജുകൾ കുറവാണ്. എല്ലാവരും ഭ്രാന്തന്മാരല്ലാലോ, എല്ലാവരും ഡീപ്പായിട്ട് ഇമോഷണലി ട്രോമാറ്റിക് ആയിട്ട് ഇരിക്കല്ലോ. അതൊരു സ്പെസിഫിക് പെർസെൻറ്റേജ് ഉണ്ട്. അവിടെയാണ് നമ്മൾ അത്തരം സപ്പോർട്ടുകളിലേക്ക് ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഞാനിപ്പം പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിനെ ഓക്കെ ആയിട്ട് ഇരിക്കുക തന്നെയാണ്. പക്ഷേ ദർ ആർ സർട്ടൻ തിങ്സ് വിച്ച് വി ഫീൽ ലൈക്ക് വിച്ച് കനോട്ട് ബി സോർട്ടഡ്. സോ ദർ അറൈസസ് സം പ്രോബ്ലംസ്. അത്തരം വിഷയങ്ങളിൽ ചില സമയങ്ങളിൽ, എല്ലാത്തിലും ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് ഡിസ്ക്ലൈമർ ഇട്ട് പറയുന്നത്, ജനറലൈസ് ഒരിക്കലും ചെയ്യരുത്. ഞാൻ ഒരിക്കലും ജനറലൈസേഷൻ പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാണ്. ആസ് പെർ ദ കോണ്ടെക്സ്റ്റ് ആൻഡ് ആസ് പെർ ദ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ വേണം ഒരു കാര്യത്തെ നമ്മൾ എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ. അപ്പം ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രോബ്ലത്തിൽ തന്നെ സൊല്യൂഷൻ നോക്കിയിരിക്കരുത്. അതിനപ്പുറത്തേക്ക് പ്രോബ്ലത്തിൽ ഇൻവോൾവ് ആകുന്ന ആളാരാണ്, അയാളുടെ അവസ്ഥ എന്താണ്, അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഈ അഡ്രസ്സിങ് നടത്തുമ്പോൾ തന്നെ പ്രോബ്ലവും പേഴ്സണും രണ്ടായി. ഇപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ ഫേസിങ് എ പ്രോബ്ലം. ആ പ്രോബ്ലത്തിന് ഇങ്ങനെ സൊല്യൂഷൻ നോക്കാം നിങ്ങൾ. അപ്പം നിങ്ങൾ എന്തിലേക്കാണ് നോക്കുന്നത്? ഓൺലി പ്രോബ്ലം. ഇതിനെന്ത് സൊല്യൂഷൻ, ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യം പ്രോബ്ലത്തെ ഒരു സ്പേസിലേക്ക് മാറ്റുക. പ്രോബ്ലം ഫേസ് ചെയ്തത് നിങ്ങളാണെങ്കിൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന പേഴ്സൺ ഒരു ഭാഗത്തേക്ക് മാറ്റുക. ഇപ്പം നമ്മൾ രണ്ടാളെയും ഡിറ്റാച്ച് ചെയ്തു, ഡിസസോസിയേറ്റ് ചെയ്തു. ഓക്കെ, പ്രോബ്ലത്തിൽ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പ്രോബ്ലത്തെ തന്നെ നോക്കുന്ന സമയത്ത് നമ്മൾ അതിൽ അസോസിയേറ്റ് ചെയ്ത് നമ്മളെ കാണാൻ മറന്നു പോകുന്നുണ്ട്. പ്രോബ്ലത്തിൽ അസോസിയേറ്റ് ചെയ്ത് പോയ നമ്മളെ പറ്റി നമ്മൾ ഇനി ചിന്തിക്കുകയാണെങ്കിലോ എന്ത് ഇമേജ് ആയിരിക്കും മൈൻഡിൽ വരിക? അയ്യോ കഷ്ടം പിടിച്ചൊരു പാവം അതാ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കണേ. ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. ദാറ്റ് മീൻസ് പ്രോബ്ലം വിഴുങ്ങിയ നമ്മളെയാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ആ സമയത്ത്, ആ പ്രശ്നത്തിലുള്ള സമയത്ത്, നമ്മൾ അതിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ആസ് എ പേഴ്സൺ നമ്മൾ പ്രോബ്ലമുള്ള പേഴ്സണെ കാണുന്നതും പ്രോബ്ലമുള്ള പേഴ്സൺ ആയിട്ടാണ് നിൽക്കുന്നതും. ആ സമയത്ത് നമ്മൾ സൊല്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സൊല്യൂഷൻസ് അല്ല കിട്ടുക, കൂടുതൽ പ്രോബ്ലത്തിലേക്ക് നയിക്കുന്ന സൊല്യൂഷൻസ് ആയിരിക്കും നമ്മളെ മനസ്സിൽ നിന്ന് കിട്ടുക. ബിക്കോസ് മൈൻഡിൽ നമ്മൾ ആരാണ്? പ്രോബ്ലത്തിലുള്ള പേഴ്സൺ ആയിട്ടാണ് നിൽക്കുന്നത്. സോ ദ മൊമെന്റ് വി ഡിറ്റാച്ച് ദാറ്റ് പേഴ്സൺ ടു വൺ സ്പേസ് ആൻഡ് ടേക്ക് ദ പ്രോബ്ലം ടു അതർ സ്പേസ്, നമ്മൾ നോക്കാം പേഴ്സൺ ഇതാ ഇവിടെ നിൽക്കുന്നു, പ്രോബ്ലം ഇതാ ഇവിടെ നിൽക്കുന്നു. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കിട്ടില്ല. ഇത് ആലോചിച്ചാൽ മതി. ഈ പ്രോബ്ലം ഇല്ലാത്ത നമ്മൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും കാണാൻ? ആളെ മാറും. ഈ പ്രോബ്ലം ഉള്ള നമ്മൾ തരുമ്പോൾ ഒന്ന് ആലോചിക്കേ, നമുക്ക് രണ്ടാളെ കാണാൻ പറ്റും. ഈ പ്രോബ്ലം ബാധിച്ച നമ്മൾ ഇങ്ങനെ ഒരാൾ, ഈ പ്രോബ്ലം ഇല്ലാത്ത നമ്മൾ ഇങ്ങനെ ഒരാൾ. അപ്പം ഈ പ്രോബ്ലം ഇല്ലാത്ത ആളിലേക്കാണല്ലോ നമുക്ക് എത്തേണ്ടത്. വി വാണ്ട് ടു റീച്ച് അറ്റ് ദ പോയിന്റ് വേർ ദർ ഇസ് നോ പ്രോബ്ലം. അപ്പം ഈ പ്രോബ്ലം ഇല്ലാത്ത ആളിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. പക്ഷെ ഇയാൾക്ക് പ്രോബ്ലം ബാധിച്ചിരിക്കുന്നു. ഇയാളായി തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പേഷ്യൻ്റ് തന്നെ ഡോക്ടർ ആവണ പോലെ. ഇയാൾക്ക് രോഗമുണ്ട്, ഇയാൾ തന്നെ ഇയാളെ ചികിത്സിക്കുകയാണ്. പക്ഷെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ രോഗം ഉണ്ടെങ്കിൽ, പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പുറത്തുനിന്നൊരു ഡോക്ടർ വരണം. അപ്പോൾ പ്രോബ്ലം സോൾവിങ് സ്കില്ല് എന്നുള്ളത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യരായത്. മറ്റുള്ള കോടാനുകോടി ജീവജാലങ്ങൾക്ക് മീതെ മനുഷ്യനായിട്ട് നമ്മളെ ഇത്രമാത്രം ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഒക്കെ നമ്മളുള്ളിൽ അത്രത്തോളം ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ദാറ്റ് മീൻസ് പ്രോബ്ലം സോൾവർ ആണ് നമ്മളിലെ ഡോക്ടർ. അപ്പം ആ പ്രോബ്ലം ഇല്ലാത്ത നമുക്കതൊന്ന് വേർതിരിച്ചെടുത്തിട്ട് പ്രോബ്ലത്തെ തന്നെ മാറ്റി വെച്ച് നമ്മളതിലില്ല, പ്രോബ്ലത്തെ മാത്രം ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഈ പ്രോബ്ലം ഇല്ലാത്ത നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാണ് ഒന്നാമത്തെ റിഫ്ലക്ഷൻ. വൈൽ യു വർക്ക് വിത്ത് എനി പ്രോബ്ലം, ആദ്യം എന്ത് ചെയ്യണം? പ്രോബ്ലം ഇല്ലാത്ത നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റും. ബിക്കോസ് ഈ പ്രോബ്ലം ഇല്ലാത്ത ആളായി നിന്ന് നമ്മൾ പ്രോബ്ലത്തെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഞാൻ പറയുന്ന പോയിന്റ് ക്ലിയർ ആണോ? കാരണം ഇതൊരു GC ലെവലിൽ പറഞ്ഞു പോകേണ്ട ഒരു എലമെന്റ് ആണ്. എനിക്ക് GTയിൽ ഇന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷേ ദിസ് വുഡ് ബി വെരി മച്ച് ബെനിഫിഷ്യൽ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു തിങ്ക് ആൻഡ് റിഫ്ലക്ട്. ഈ ഒരൊറ്റ ഡിസ്അസോസിയേഷൻ നടക്കാതെ എത്രത്തോളം വലിയ യൂട്യൂബ് കണ്ടന്റ് കണ്ടാലും, എത്രത്തോളം വലിയ പ്രോബ്ലം സോൾവിങ് ടിപ്സുകൾ നമ്മളെടുത്താലും, ഈ ടിപ്സ് ആരിലേക്ക് തന്നെ വരുന്നത്? പ്രോബ്ലം ബാധിച്ച നമ്മളില്ലേ, നമ്മളാണ് ഈ ടിപ്സ് കേട്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്യണത് പണിയാണ്.
പണി കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്കത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ വേറെ ആരെയും ഹെൽപ്പൊക്കെ ചോദിക്കില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നല്ലോ, മറ്റുള്ളവർക്ക് പ്രശ്നം വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത്, സെയിം പ്രോബ്ലം നമുക്ക് വരുമ്പോൾ എന്തുകൊണ്ട് സൊല്യൂഷൻ കിട്ടുന്നില്ല. മറ്റുള്ളവർക്ക് പ്രോബ്ലം വരുന്ന സമയത്ത് പ്രോബ്ലം ഉള്ള ആൾ വേറെയാണ്, നമ്മൾ വേറെയാണ്. നമുക്ക് പ്രശ്നം വരുന്ന സമയത്ത് പ്രോബ്ലം ഉള്ള ആൾ നമ്മളാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്നുകൊണ്ട് തന്നെ പ്രോബ്ലം ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും 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 പറഞ്ഞു, എന്തെങ്കിലും പ്രോബ്ലം നിങ്ങളെ വന്ന് സ്റ്റക്ക് ചെയ്ത് നിങ്ങളെ എന്താണ് ഇങ്ങനെ ഒരു ഭാഗത്ത് പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ, ലിമിറ്റ് ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളും ആ പ്രോബ്ലം ഒന്നായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പ്രോബ്ലമേ ഐ ആം യു, യു ആർ മീ എന്നുള്ള ബന്ധത്തിലാണ്. നീ ഇല്ലാതെ ഞാനില്ല, ഞാനില്ലാതെ നീ ഇല്ല. അങ്ങനെ എത്തിയിട്ടുണ്ടോ പ്രശ്നം? നിങ്ങളെ സ്റ്റേറ്റ്മെന്റുകൾ നോക്കൂ, നിങ്ങളെ മനസ്സപ്പം നിങ്ങൾക്ക് ഇട്ടുന്ന ചിന്തകളൊക്കെ മതി. മനസ്സ് തോന്നിയ പോലെ ഓരോന്നിട്ടരും. മനസ്സ് നിങ്ങളോട് സത്യം പറഞ്ഞു. മനസ്സെന്താ പറയാ, ഇതെന്നെയും കൊണ്ടേ പോവുള്ളൂ എന്നാ തോന്നണേ, ഇതെന്നെയും കൊണ്ടേ പോവുള്ളൂ എന്നാ തോന്നണേ. കാരണം ഞാനും ആ പ്രശ്നവും തമ്മിൽ അത്തരത്തിൽ ഒന്നായിരിക്കുന്നു. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഇതിനൊന്ന് ഡിസസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡിസസോസിയേറ്റ് ചിലപ്പോൾ എളുപ്പമായിക്കൊള്ളുന്നില്ല. നമ്മളിങ്ങനെ വേർതിരിച്ച് കണ്ടാൽ വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ പോകും. വല്ലാത്തൊരു കാന്തിക ആകർഷണമായിരിക്കും, മാഗ്നറ്റിക് അട്രാക്ഷൻ ആയിരിക്കും, വീണ്ടും അതിലേക്ക് തന്നെ പോകും. അപ്പൊ ചില സമയത്ത് ചിലപ്പോൾ ചില ടോപ്പിക്കുകളോ ചില GT പോലത്തെ സംഭവങ്ങളോ ആരത്തൊക്കെ സംസാരിക്കാൻ നമ്മൾ അറിയാതെ അത് ഇങ്ങനെ ഡിസസോസിയേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ, ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചെന്ന പ്രശ്നം എന്താ കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ഡിസസോസിയേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഓക്കെ ഇപ്പൊ എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. അപ്പേ കിട്ടിയത് പ്രോബ്ലത്തെ മാറ്റി ഞാൻ എന്നിലേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സൊല്യൂഷൻ എന്താ നമുക്ക് കിട്ടൂല. അപ്പൊ നമുക്ക് തോന്നുന്ന സൊല്യൂഷനൊക്കെ ചെയ്യും. ചിലപ്പോൾ ആരൊക്കെ പറഞ്ഞതും അവിടെ ഇവിടെ കേട്ടതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. വർക്കൗട്ട് ആയിക്കോളാം നിർബന്ധമില്ല. സോ അപ്രോച്ചിങ് എ പ്രോബ്ലം ഇത്ര സിമ്പിൾ ആണ്. കാരണം അതിന്റെ ആദ്യത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ പ്രശ്നത്തെ നോക്കിക്കാണണം. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ നോക്കിക്കാണാനുള്ള ഡിസസോസിയേറ്റ് ചെയ്യുന്നതിന്റെ സ്പീഡും അതിന്റെ വേഗതയും അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ മാറി നിന്നിട്ട് വർക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത്തും ഒക്കെ കൊണ്ടുതരുന്നതിൽ മെഡിറ്റേഷന് നല്ല പങ്കുണ്ട്. ഇത് നമ്മൾക്ക് ആക്ച്വലി ചിലരെന്താ, ഞാൻ അങ്ങനെ കുറച്ച് ദിവസം മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു കാംനെസ് കൂടുതൽ കുറച്ചുകൂടി ക്ലാരിറ്റിയൊക്കെ കിട്ടുന്നുണ്ട്. ആക്ച്വലി വാട്സാപ്പിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ കാണാൻ പറ്റും പ്രോബ്ലത്തെ ഇപ്പം നിങ്ങൾ നോക്കിക്കാണുന്ന രീതി. പലരും പറയും ഞാനിപ്പോൾ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്ന രീതി മാറി, ഇപ്പം എനിക്ക് പ്രശ്നങ്ങൾ വേറെ രീതിയിലാണ്. കാരണം എന്താ, യു ഹാവ് ഡിസസോസിയേറ്റഡ് ഫ്രം ദ പ്രോബ്ലം. റൈറ്റ് നൗ വി ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷനേ ഇല്ല എന്നുള്ളതാണ്. ആലോചിച്ചൊക്കെ, നമ്മുടെ വെയിൻസ് ആർട്ടറീസിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉള്ളിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളും പ്രശ്നം ഒന്നിച്ചാണ് വസിക്കുന്നത്. എൻ്റെ ശരീരത്തിലാണ്, എൻ്റെ ഉള്ളിലാണ്. പ്രശ്നം എന്താ എനിക്കറിയില്ല, എനിക്ക് എന്താ പറയാൻ പറ്റില്ല. എന്താണ് ഈ വേദന എനിക്ക് മനസ്സിലാണില്ല, എന്താണ് ഈ വേദന എനിക്ക് മനസ്സിലാൻ പറ്റില്ല. തൽക്കാലം എനിക്ക് അറിയുന്ന ഒരു ഐഡിയ വെച്ചിട്ട് ഈ വേദനക്ക് ഇന്ന മരുന്ന് കഴിച്ചു നോക്കാം, അല്ലെങ്കിൽ ഈ വെള്ളം കുടിച്ച് നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കുടിച്ച് നോക്കാം. പക്ഷെ ഇതൊന്നും സെറ്റാവുന്നില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു. അപ്പോൾ ഡോക്ടർ നമ്മളോട് ഒരു ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഡിസസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുറത്തു നിന്നും വല്ല സ്കാനിങ്ങോ മറ്റു കാര്യങ്ങളോ വെച്ചിട്ട് നമ്മളെ ഒന്ന് ഡിസസോസിയേറ്റ് ചെയ്ത് നമ്മളിലേക്ക് നോക്കുന്ന സമയത്ത് അപ്പോൾ എന്താണോ ആ മെഷീനറി, ഏത് ടെക്നോളജിയാണോ നമ്മൾ യൂസ് ചെയ്യണത്, എക്സ്റേ ആണോ എന്താണോ യൂസ് ചെയ്യണത്, ആ ടെക്നോളജിയാണ് നമ്മളിൽ നിന്ന് ഡിസസോസിയേറ്റ് ചെയ്ത് നമ്മളെ ഉള്ളിലുള്ള സംഭവം നമ്മളെ മുന്നിൽ കൊണ്ടുവെക്കണേ. ഇപ്പം എങ്ങനെയാണ്, എൻ്റെ ഉള്ളിൽ എനിക്ക് വയറ് കീറി വെക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം എൻ്റെ ഉള്ളിലുള്ള ഡാറ്റ മൊത്തം നമ്മളെ മുന്നിൽ തരുമ്പോൾ നമ്മളിങ്ങനെ കാണാം, ഡോക്ടറും നമ്മളും ഡിസസോസിയേറ്റ് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ന സ്ഥലത്ത് ഇന്നൊരു ബ്ലോക്ക് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു സംഭവം കാണുന്നുണ്ട്. ആൻഡ് വി ആർ അനലൈസിങ് ദാറ്റ്. എല്ലാ പ്രോബ്ലത്തിനും ഡിസസോസിയേറ്റ് ചെയ്ത് ചിന്തിച്ചാൽ മാത്രമേ നമുക്കതിന് സൊല്യൂഷൻസിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ടു ഇമോഷണൽ ആയിട്ടുള്ള അല്ലേ, അത് ഭയങ്കര സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലാണ്. ടു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടൂല. അതുകൊണ്ടാണ് വളരെ ഇമോഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിലാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് തമ്മിൽ ഭയങ്കര ഇമോഷണൽ റിലേഷൻഷിപ്പാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾ തമ്മിൽ ഭയങ്കര ഇമോഷണൽ റിലേഷൻഷിപ്പാണ്. അത് വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷെ ആ ഇമോഷൻസിനോടൊപ്പം തന്നെ അതിൽ ന്യൂട്രലായിട്ട് അനലൈസ് ചെയ്യാൻ കൂടി നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ മക്കളോട് ഭയങ്കര സ്നേഹമാണെന്ന് കരുതിയിട്ട് വെള്ളമൊഴിച്ച് അവസാനം ചെടി വാടിപ്പോവും എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ആക്ച്വലി ഒരു പാരന്റിങ്ങിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്ന കാര്യം ഇമോഷണലി കണക്ട് ചെയ്യേണ്ടടുത്ത് ഐ ആം യു യു ആറുമായി തന്നെ നമ്മൾ ചങ്കാണെന്ന് പറയുന്നുള്ളൂ. ചങ്കായതുകൊണ്ട് ഞാൻ നിന്നെ തിരുത്തൂല, ഞാൻ നിന്റെ കുറവുകൾ പറഞ്ഞു തരൂല, നിനക്കെന്നെ തിരുത്താൻ പറ്റൂല, നീ എന്നോട് ഒരു കുറവും പറയാൻ പാടില്ല, നീ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നോട് എന്നൊരു സ്പേസ് ഇല്ലെങ്കിൽ അത് ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ട് മാറുന്നു.
അതേ സമയത്ത് ചങ്കാവുന്ന സമയത്ത് ചങ്കാവും. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ ഡിസസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങളെ നോക്കി കാണുന്നുണ്ടെങ്കിൽ അത് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകും. രണ്ടു പേർക്കും, ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ, പാർട്ട്നേഴ്സ് ആണെങ്കിൽ, ആരാണെങ്കിലും രണ്ടു പേർക്കും ഇതുപോലെ പോസ് ആൻഡ് റിഫ്ലക്ട് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടാവുന്ന സമയത്താണ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ പറ്റാം. എന്തുകൊണ്ട് രണ്ടാൾക്കാർ വരുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നു? രണ്ടാൾക്കാർ വരുമ്പോൾ രണ്ട് പേരും പോസ് ആൻഡ് റിഫ്ലക്ട് ചെയ്യണം. രണ്ട് പേരും അതൊന്ന് മാറി നിൽക്കണം. രണ്ട് പേരുടെ ആംഗിളും കാണണം. എൻ്റെത് മാത്രം കണ്ടാൽ പോരാ, അടുത്ത ആളുടേത് കൂടി നമ്മൾ ഡിസസോസിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ആ ഇമോഷനിലേക്കും നമ്മൾ കണക്റ്റഡ് ആണ്, ആ പേഴ്സണിലേക്കും നമ്മൾ കണക്റ്റഡ് ആണ്. സോ ഇത് പറയൽ എളുപ്പമാണ്. പ്രാക്ടീസിങ്ങിലേക്ക് വരുന്ന സമയത്ത് വി നീഡ് മോർ എഫേർട്ട്. കാരണം ചില സ്കില്ലുകൾ, ദിസ് ഈസ് എ സ്കിൽ ആക്ച്വലി, ദിസ് ഈസ് എൻ ആർട്ട്. അപ്പൊ ചില സ്കില്ലുകൾ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോഴേക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ല. കേൾക്കുമ്പോഴേക്ക് മനസ്സിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാം ഘട്ടം വിജയിച്ചു. നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ആ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നതിലൂടെ, റെപ്പറ്റീഷനിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ റിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രൊസീജിയറുകൾ കുറച്ചുകൂടി ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും അക്വയർ ചെയ്യാൻ മെഡിറ്റേഷൻസും അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം ചെയ്യണം എന്നുള്ളതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ആ ഒരു വിഷ്വലൈസേഷൻസും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് സ്മൂത്തർ ആക്കി തരും, അത് കുറച്ചുകൂടി ഈസിയർ ആക്കി തരും. ചിലർക്ക് നമ്മൾ കണ്ടിട്ടുള്ള വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ദേ നോ ദ തിങ്സ് ഇൻ ദെയർ മൈൻഡ്. ഇത് ഇങ്ങനെയാണെന്ന് അവർക്കറിയാം, പക്ഷെ ദേ കുഡ് നോട്ട് പുട്ട് ഇൻ ടു ആക്ഷൻ. അത് ആക്ഷനിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ആക്ഷനിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റാത്തത്? റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ മാത്രം അത് മനസ്സിലാക്കുന്നു, പക്ഷെ ആക്ഷനിലേക്ക് വരുന്നില്ല. അപ്പോൾ ആക്ഷനിലേക്ക് കൂടി അതിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ, റിഫ്ലക്ഷൻ പീരീഡിൽ കിട്ടിയ വിസ്ഡത്തെ ആക്ഷനിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ റിഫ്ലക്ഷൻ ടു ആക്ഷൻ, ഇതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളെ നമ്മൾ മെൻ്റൽ പ്രാക്ടീസിലൂടെയാണ് ഒന്നാമതായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. മെൻ്റൽ പ്രാക്ടീസ് ഇൻ ദ മീൻസ് മെൻ്റൽ റെലമിൽ നമ്മൾ അതിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണം. ഫോർ ദാറ്റ് വി പുട്ട് ഫോർവേഡ് വിത്ത് സം ഓഫ് ദ ടൂൾസ്. അവിടെയാണ് മെഡിറ്റേഷനോ വിഷ്വലൈസേഷനോ, ഇപ്പം നേരത്തെ എനിക്ക് തോന്നുന്നു ഷെയർ ചെയ്യുന്നത് നിങ്ങളോട് അഫർമേഷൻ്റെ കാര്യം പറഞ്ഞു എക്സാമ്പിൾസ് ആയിട്ട്. ഇതൊക്കെ വരുന്നത് റിഫ്ലക്ഷൻ ടു ആക്ഷനിലേക്കുള്ള ഗ്യാപ്പ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതല്ല. ഇതിന് ഇത്രമാത്രം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചിലപ്പോൾ നമുക്ക് ചെറിയൊരു സെഷനിലൂടെ എടുക്കാൻ വേണ്ടി പറ്റില്ല, ചെറിയൊരു ഇതുപോലത്തെ ഡിസ്കഷനിലൂടെ വരാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ആലോചിച്ച് നോക്കിയേ, ഈ ചെറിയൊരു ഷിഫ്റ്റ്, ഒരു ചെറിയൊരു ഡിഫറൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അവയർനെസ്സിൽ മാറ്റം വരാമെന്നുള്ള. ഇനി ഇതിലേക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ട അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നന്നായി ശ്രദ്ധിക്കണം, ഉള്ളവരൊക്കെ നന്നായി ശ്രദ്ധിക്കണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നോക്കിയേ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ആരാണ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ആക്ഷൻ എന്നത് റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റിവിറ്റി തോന്നുന്ന, കോൺഫിഡൻറ്റ് തോന്നുന്ന, കോൺഫിഡൻസോട് കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ, യു ക്യാൻ കോൾ ഇറ്റ് എനി ആക്ഷൻ, ഒരു ആക്ഷൻ, ആ വിഷയത്തിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. ആ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വിഷയം നിങ്ങളൊന്ന് ഇതേപോലെ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വിഷയത്തിൽ കോൺഫിഡൻ്റ് ആയ നിങ്ങളെ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. സബ്ജക്റ്റ് എന്താണോ, കോണ്ടെക്സ്റ്റ് എന്താണോ, ആ കോണ്ടെക്സ്റ്റിൽ അത് കോൺഫിഡൻസോട് കൂടി ചെയ്യുന്ന നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇമേജ് വരും. എന്നാൽ നിങ്ങളുടെ ലൈഫിൽ വേസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതും നിങ്ങൾ എന്നാ ചെയ്യണത്. പക്ഷെ ആ ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ആളെ ആയിരിക്കില്ല ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റാം. ഒരാൾ തന്നെയാണ്, പക്ഷെ ഓരോന്നിനും ഓരോ ഇമേജാണ്, ഓരോ അവയർനെസ് ആണ്. അപ്പം നമുക്ക് തന്നെ ഒരുപാട് ഇമേജുകൾ ഉണ്ട് നമ്മുടെ ഉള്ളിൽ. കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യണതിൽ, സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യണതിൽ ഒരു ഇമേജ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ ഒരു ഇമേജ് ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എപ്പോഴും ചെയ്യാൻ പറ്റുന്നത്, ആ കാര്യം കോൺഫിഡൻ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോൺഫിഡൻറ്റ് ഇമേജ് ഓഫ് യു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരു കാര്യം വേസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് എപ്പോഴും വേസ്റ്റ് ആയിട്ട് തന്നെ സംഭവിക്കുന്നതിന് പിറകിൽ വേസ്റ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേസ്റ്റ് എന്താ പറയുക സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ തിങ്ക് ഹൂ യു ആർ വൈൽ യു ആർ ഇൻവോൾവിങ് ഇൻ എനിത്തിങ്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുമ്പം ഇത് ചെയ്യുന്നത് ഞാൻ തന്നെ എന്ന് പറയുമ്പം എന്നിലെ ഏത് ആളെന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് നമ്മളൊരു എനർജി ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ ചില കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് പുറത്തുള്ളവർക്ക് ഒരു എനർജി ഫീൽ ചെയ്യും, ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ എനർജി എവിടുന്നാണ് വരുന്നത്? നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ അലമ്പാക്കി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഇതിലും നല്ലത് ചെയ്യാത്തതല്ലേ എന്ന് ചില ആൾക്കാർ ഫീൽ ചെയ്തിട്ട് പറയും, എനർജി ഫീൽ ചെയ്യാനാണ്. പക്ഷെ ആ വളരെ വേസ്റ്റ് ആയിട്ട് ചെയ്ത കാര്യത്തിലും വളരെ ബെസ്റ്റ് ആയിട്ട് ചെയ്ത കാര്യത്തിലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നത് ഒറ്റ എനർജിയുടെ സോഴ്സ്, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വൈബ്രേഷൻസ് ആണ് ആളുകൾക്ക് ഫീൽ ചെയ്തത്, നിങ്ങൾക്കും ഫീൽ ചെയ്തത്.
ഇപ്പം എനർജിയുടെ പ്രശ്നമല്ല. ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയലേ, വീട്ടിൽ ഇലക്ട്രിസിറ്റി വരുന്നു, അപ്പം ട്യൂബിലേക്ക് എത്തുന്ന സെയിം എമൗണ്ട് ഓഫ് എനർജി വൈബ്രേഷൻ തന്നെ, ഫ്രീക്വൻസിയിൽ തന്നെ, ഹേർട്സിൽ തന്നെ നമ്മുടെ റെഫ്രിജറേറ്ററിലേക്ക് എത്തണം എന്നൊരു നിർബന്ധമില്ല. അതേ ഹേർട്സിൽ തന്നെ നമ്മുടെ ഫോണിലേക്ക് എത്തണം നിർബന്ധമില്ല. അപ്പം ഉള്ള എനർജിയെ നമ്മുടെ ആവശ്യാനുസരണത്തിന് അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടിയിട്ടും ഫ്രീക്വൻസിയും കുറച്ചിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഇലക്ട്രിസിറ്റി പോലെ എനർജിയേ ഉള്ളൂ. ഈ എനർജിയെ നല്ല പെർഫോമൻസ് എടുക്കുന്നിടത്ത് നമ്മൾ അതിനൊരു വാട്ട്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് വളരെ വേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വാട്ട്സ് ഡിമ്മായിട്ട് എടുക്കണേ. നിങ്ങളുടെ ഈ എനർജിയുടെ ഹേർട്സ് എത്ര ലെവലിൽ കൂടണം, എത്ര ലെവലിൽ കുറയണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ആരായിട്ട് അത് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണ്? ആരെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ എന്ന് പറഞ്ഞ് നിർത്തല്ലേ. നിങ്ങളുടെ പെർഫോമൻസ് മോഡിലുള്ള നിങ്ങൾക്കൊരു ഇമേജ് ഇല്ലേ, അതേ ആളും അതേ ഇമോഷനും അതേ എനർജിയും തന്നെയാണോ ഈ വേസ്റ്റ് ആയിട്ടുള്ളതിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അവിടെ എന്താ വേണ്ടത്? ഇമേജ് ട്രാൻസിഷൻ വിൽ ടേക്ക് യു ടു ദ പെർഫോമൻസ് ട്രാൻസ്ഫോർമേഷൻ. നിങ്ങളുടെ ഇമേജ് ട്രാൻസിഷൻ എന്താണോ, നിങ്ങളുടെ ഇമേജിന് ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പെർഫോമൻസിന് ട്രാൻസ്ഫോർമേഷൻ വരും. അപ്പൊ നോക്കിയേ, ചെയ്യുന്ന കാര്യത്തിൽ ചേഞ്ച് ഉണ്ടാവുക, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക എന്നത് അതിനെപ്പറ്റി കൂടുതൽ നന്നായിട്ട് പഠിച്ച് ചെയ്യുന്നതൊക്കെ കാര്യം തന്നെ. പക്ഷെ അതിൻ്റെ ഒക്കെ മീതെ ആ ചെയ്യുന്നത് ആരാണ്, ഹൂ ഇൻ യു ഈസ് അക്കമ്പനിങ് ദാറ്റ് ആക്ടിവിറ്റി, അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നീയത്ത് ചെക്ക് ചെയ്യണം സിമ്പിളായിട്ട് പറയും. അതിനെ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്താൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇതിൽ ഇപ്പോൾ ഇൻവോൾവ് ആയിരിക്കുന്ന ഞാൻ, എന്നിലെ ഏത് ഞാനാണ്? എന്നിലെ പെർഫോമൻസ് മോഡിലുള്ള ഞാനാണോ, അല്ല ടയേർഡ് മോഡിലുള്ള ഞാനാണോ, എക്സോസ്റ്റഡ് മോഡിലുള്ള ഞാനാണോ? അപ്പോൾ ആരാണ് അതിൽ ഓപ്പറേറ്റ് ചെയ്യണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇങ്ങനെ ഒന്നല്ല ഞാൻ അത് ചെയ്യേണ്ടത്. ചിലർ പറയാറുണ്ട്, എനിക്കറിയാം നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, ഞാൻ ഇങ്ങനെ ഒന്നല്ല, എനിക്ക് ഇതിനേക്കാളും ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. പിന്നെന്താ പറ്റാത്തത്? ഇതിനേക്കാളും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ ബിക്കോസ് വേറെ പല കാര്യങ്ങളും ഇതിനേക്കാളും ഗംഭീരമായിട്ട് ചെയ്തൊരു ഞാൻ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ ആൾക്ക് ഇവിടേക്ക് വരാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ആളെവിടെ കുടുങ്ങിക്കെടുക്കാണ്. അപ്പൊ സബ് ഇറങ്ങിയതാണ് ഈ മനുഷ്യൻ. ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഇങ്ങനെയല്ല ഞാൻ അത് ചെയ്യാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ബിക്കോസ് ഇതിനേക്കാളും ചെയ്യുന്ന ഒരാൾ എൻ്റെ ഉള്ളിലുണ്ട്, അതെനിക്കറിയാം എന്ന് എല്ലാവർക്കും ഉള്ളിൽ അറിയാം, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. പക്ഷെ അതേ പെർഫോമൻസ് ഇപ്പൊ ഇവിടെ കാഴ്ചവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓൾവേസ് അനലൈസ് ദ ഹൂ ഇൻ യു. നിങ്ങളിലെ ആരാണ്? ഞാനിതിപ്പോൾ പറയുമ്പോൾ തന്നെ ഞാൻ ചെയ്യുന്നു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്കിപ്പം ഡിഫറൻഷിയേഷൻ നടത്തിയിട്ട് ഓരോ കാറ്റഗറി ആയിട്ട് ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളാക്കിയിട്ട് എന്നിലെ ഏതൊക്കെ ഞാനുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന, വേസ്റ്റ് റിലേഷൻഷിപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങളിലെ ഏത് ഹൂ ആണ് പെർഫോം ചെയ്യുന്നത്? ഇപ്പൊ ചിലർ പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല, ആ റിലേഷൻഷിപ്പിലൂടെ ആയതിനു ശേഷം ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയി. ആക്ച്വലി എന്ത് സംഭവിച്ചു? ആ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ പോയപ്പം അറ്റാച്ച്മെന്റ് വന്നപ്പം, ഇമോഷണൽ അറ്റാച്ച്മെന്റുകൾ ഉണ്ടാകുമ്പം അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്ക് നമ്മളിലെ ഹൂനെ നന്നായിട്ട് സ്വാധീനിക്കാനും മാറ്റാനും പറ്റും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല, ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് തുടങ്ങിയതിന് ശേഷം, ഇന്ന സ്ഥലത്തേക്ക് പോയതിന് ശേഷം ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻഫ്ലുവൻസിങ് മീ ആൻഡ് ചേഞ്ചിങ് ദ മീ ഇൻ മീ. നമ്മളിലെ ഒത്തന്റിക് പെർഫോമറെ സ്വാധീനിച്ചിട്ട് വേറൊരാളായിട്ട് മാറുന്നു. അപ്പോൾ അവിടെ എന്താ പരിഹാരം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര വലിയ റിലേഷൻഷിപ്പ് ആണെങ്കിലും എത്ര വലിയ ബിസിനസ് ആണെങ്കിലും അതൊക്കെ ആയിട്ട് അസോസിയേറ്റ് നമ്മൾ മുന്നോട്ട് പോകുമ്പം അത് നമ്മളെ മാറ്റാതെ നമ്മളിലെ പെർഫോമറായി തന്നെ നമ്മൾ നിന്നിട്ട് അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കാം. രണ്ട് ഓപ്ഷനുകളല്ലോ, ഒന്നെങ്കിൽ അതിന് നമ്മളെ സ്വാധീനിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ സ്വാധീനിക്കാം. എപ്പോഴാണോ നമ്മളിലെ പെർഫോമർ എന്ന് പറഞ്ഞ് ഉണർന്നിരിക്കുന്നത്, അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ സ്വാധീനത്തിലായി, നമ്മളെ കയ്യിൽ നിന്നും പോകില്ല. എപ്പോഴാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഇങ്ങോട്ട് സ്വാധീനിക്കുന്നത്, അപ്പോൾ നമ്മൾ അറിയാതെ നമ്മളുടെ ഒതന്റിസിറ്റിയിലൊക്കെ മാറ്റം വന്ന്, ഇമേജിലൊക്കെ മാറ്റം വന്ന് നമ്മൾ ഹൂ എന്നുള്ളത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് കേൾക്കുമ്പോൾ പല കുട്ടികളും പല മുതിർന്നവരും റിലേഷൻഷിപ്പിലൊക്കെ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല കേട്ടോ, ഞാൻ ആകെ മാറിപ്പോയി, ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഞാൻ എന്ന് പലപ്പോഴും കേൾക്കാറുണ്ട്. ദാറ്റ് മീൻസ് അവരുടെ സെൽഫ് ഇമേജിൽ വന്ന നെഗറ്റീവ് ട്രാൻസിഷൻ എന്നതാണ് നമുക്ക് അവിടെ ഫീഡ്ബാക്ക് ആയിട്ട് കിട്ടുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് അവർ തന്നെ തരുന്ന ഫീഡ്ബാക്ക് ആണ് എന്ത്, അവർ മാറിപ്പോയി എന്നുള്ളൊരു സംഭവം. ആക്ച്വലി വാട്ട്സ് ഹാപ്പനിങ് ഹിയർ, നമ്മൾ ആരാണ് എന്ന ബോധം. അപ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പം നിങ്ങൾ ജി ടിയിൽ ഇരിക്കുന്ന നിങ്ങൾ എന്ന് പറയുമ്പം ഇവിടെ നിങ്ങൾ ഒരാളാണ്, നിങ്ങൾക്ക് ഒരാളെ കാണാൻ പറ്റും. ജി ടിയിൽ ഇരിക്കുന്ന നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ യെസ്, ഇപ്പം ഞാൻ ആരായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്നത്.
നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളിൽ ഒരാളെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അവിടെ ആരായിട്ടാണ് ഇരിക്കുന്നത്? ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ ചലഞ്ചുകൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അത് വകഞ്ഞു മാറ്റിയിട്ട് ഒരു കാര്യം ചൂസ് ചെയ്യണമെങ്കിൽ ആ വിഷയത്തിൽ നമ്മളുടെ ഈ ഇമേജ് ഉണ്ടല്ലോ അത്രയും എൻഹാൻസ് ചെയ്യപ്പെട്ട കാര്യങ്ങളായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇവിടെ GT-യിൽ ഞായറാഴ്ച അപ്പോൾ 336 ആളുകൾ ഞാൻ അടുക്കുന്നുണ്ട്, വളരെ വേണ്ടപ്പെട്ട ദിവസം, ഞാൻ പറയാം ഞായറാഴ്ച എല്ലാവർക്കും ഉറങ്ങാമായിരുന്നു. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിരിക്കണമെങ്കിൽ നിങ്ങളിലെ ആ ഹയർ സെൽഫ് എന്ന് പറഞ്ഞ ഇമേജിനെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നതുകൊണ്ട് മാത്രമേ ചലഞ്ചുകൾ നിങ്ങൾ ഫേസ് ചെയ്യണത്. ഓക്കെ, ഞായറാഴ്ച ആണെങ്കിലും കുഴപ്പമില്ല, ഐ വിൽ ജോയിൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്നോണ്ടിരിക്കുന്നത്. ഇതേ ഡെഡിക്കേഷനോട് കൂടി വേറെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു അവിടെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമേജ് സ്റ്റേറ്റ്, നിങ്ങൾ ഹൂ എന്ന ഐഡന്റിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അവിടെ നിങ്ങളുടെ ഐഡന്റിറ്റി വേറെ എന്തോ ആണ്. സോ ആ ഐഡന്റിറ്റിയിൽ ട്രാൻസിഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പം എവിടെയാണ് നിങ്ങൾക്കത് പറ്റാത്തത്? അനലൈസ് ചെയ്ത് നോക്കിയേ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദ ഹൂ ഇൻ യു ഈസ് വർക്കിംഗ് ദർ. ഞാൻ എപ്പോഴും പറയും ഹൗ ടു ഡു ഇറ്റ്, വാട്ട് ടു ഡു എന്ന് ചിന്തിക്കുന്നതിന് മുന്നേ ഹൂ ഈസ് ഗോണ ഡു ഇറ്റ്. നമ്മളൊരു മിഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ മിഷൻ എങ്ങനെ ചെയ്യണം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ആ മിഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഇത് ആര് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ഹൂ വിൽ ഡു ഇറ്റ്. അപ്പൊ നമ്മളിങ്ങനെ നോക്കും 5-6 ആൾക്കാർ, ഇതിന് പറ്റിയ ആള് ഓക്കെ ഷദ കം ഗോ ആൻഡ് ഡു ഇറ്റ്. വീണ്ടും നമ്മൾ നോക്കും, ഓക്കെ ഇതിന് പറ്റിയ ആള് ഷെറിൻ കം ആൻഡ് ഡു ഇറ്റ്. ഇതിന് കുറച്ചുകൂടി ഈ മിഷന് കുറച്ചുകൂടി പറ്റിയ ആള് ഓക്കെ റിൻഷി പ്ലീസ് കം ആൻഡ് ഡു ഇറ്റ് എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ ചെക്ക് ചെയ്യും ഹൂ ഇസ് ഫിറ്റ് ഫോർ ദാറ്റ്. അപ്പൊ നമ്മൾ ഏറ്റെടുക്കുന്ന ചില ചലഞ്ചുകൾക്ക് ഫിറ്റ് ആയിട്ടുള്ള നമ്മളെ സെൽഫ് ഇമേജിനെയാണോ നമ്മൾ അതിലേക്ക് കൊടുക്കുന്നത് നമ്മൾ ചിന്തിക്കണം. ഹൂ ഇസ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർക്ക് ചെയ്യാനൊക്കെ സെറ്റായിരുന്നു, പക്ഷേ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്ന് ആകെ ടെൻഷനായിപ്പോൾ ഇപ്പം എനിക്കത് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിൽ ആകെ എക്സാമൊക്കെ അലമ്പായി. വാട്ട് ഹാപ്പൻഡ്? അതിന് ഫിറ്റ് ആയിട്ടുള്ള ആളല്ല അങ്ങോട്ട് പറഞ്ഞയച്ചത്, വേറൊരു ഇമേജിലുള്ള ആളെയാണ് നമ്മൾ അതിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും അറ്റ്ലീസ്റ്റ് ഹൂ ഈസ് ഡൂയിങ് ഇറ്റ് എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്, എറ്റ്നിലെ ആരാണ്, അക്കമ്പനി വിത്ത് യുവർ സെൽഫ്, ചെക്ക് വിത്ത് യുവർ സെൽഫ് ആൻഡ് ചേഞ്ച് ദ ഫേസ്. ജസ്റ്റ് ഇന്റൻഷനലി തന്നെ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, കോച്ചസ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കോച്ചസിൽ ഒരിക്കലും എന്താ പറയുക ഒഴിച്ചു നിർത്താൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളൊരു സെഷനിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, സെഷനിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ എന്തൊക്കെ പ്രശ്നം, ലൈഫിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഒരു സെഷൻ എടുക്കാൻ കയറി കഴിഞ്ഞാൽ അതൊന്നും അറിയുന്നില്ല. വാട്ട് ഹാപ്പനിങ്? ഇമേജ് ചേഞ്ച്. അതുവരെ വീട്ടിലെ കുടുംബത്തിലെ ഒരാളായിട്ട് നിൽക്കുന്നിടത്തുനിന്നും നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ തന്നെ ഐ എം ഗൈഡഡ് എന്ന് പറയുമ്പോഴേക്ക് ഇറ്റ്സ് എ സീക്രട്ട് കീ ടു ആക്സസ് ദ ഹയർ സെൽഫ് ഇൻ യു. നിങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇവിടുന്ന് പഠിച്ച സമയത്ത് നിങ്ങളിലെ ആ ബെസ്റ്റ് വേർഷൻസിന്റെ ചില ലെയേഴ്സ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് അതിലേക്ക് ആ ഇമേജിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഐ ആം ഗൈഡഡ് എന്ന് ഒരു എഫർമേഷൻ കൊടുക്കുമ്പോഴേക്ക് അതിനെ ആങ്കർ ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ ഈ എഫർമേഷൻ നമ്മൾ കൊടുക്കുമ്പോഴേക്ക് വി ആർ ഷിഫ്റ്റിംഗ് ടു ദാറ്റ്. അത് നമ്മുടെ ബ്രെയിനിന് അത്രത്തോളം ട്രെയിനിങ്സിലൂടെയും എക്സ്പീരിയൻസിലൂടെയും പോയതുകൊണ്ട് ഗൈഡഡ് എന്ന് പറയുമ്പോൾ തന്നെ വാട്ട് ഈസ് ദാറ്റ് ഫോർ യുവർ ബ്രെയിൻ, ഹൗ യു ആർ ട്രെയിൻഡ് യുവർ സെൽഫ്. ഗൈഡഡ് എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് പോകുമ്പോഴേക്ക് ആ സെഷനിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയുന്നില്ല. ഞാൻ ഇന്ന് പറഞ്ഞ സ്റ്റെപ്പ് വെച്ച് കോച്ചസ് ഉണ്ടെങ്കിലും ഒന്ന് ആലോചിക്കുക, വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്. യു ആർ ഡിസസോസിയേറ്റിംഗ് ഫ്രം ദി എക്സിസ്റ്റിംഗ് പ്രോബ്ലം. നിങ്ങളിലെ ഹയസ്റ്റ് ഹൂനെ കൊണ്ടുവെക്കാണ് ആൻഡ് യു ആർ പെർഫോമിങ്. ആ സമയത്ത് ചുറ്റുള്ള ഒന്നും നമ്മളെ ബാധിക്കുന്നില്ലെങ്കിൽ ഇത് അവിടെ മാത്രമല്ല നമ്മുടെ ലൈഫിന്റെ എല്ലാ ആസ്പെക്റ്റിലും ഈ ഒരു ഇമേജ് ട്രാൻസിഷൻ നടത്തി കഴിഞ്ഞാൽ, ഈ ഐഡന്റിറ്റി ഷിഫ്റ്റ് നടത്തി കഴിഞ്ഞാൽ വി ക്യാൻ എക്സ്പ്ലോർ മോർ. അപ്പൊ ഇതിലേക്ക് എത്തുന്നതിലേക്ക് നമ്മൾ ഹു ആം ഐ എന്നുള്ളത് പഠിക്കണം, നമ്മൾ ആരാണെന്നുള്ളത് പഠിക്കണം, നമ്മളിൽ നമുക്ക് ഏതൊക്കെ ഹയസ്റ്റ് വേർഷനുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ട് അറിയണം. അപ്പൊ നമ്മളുടെ ഡിഫറെന്റ് വേർഷൻസ് എങ്ങനെയാണ് നമ്മുടെ ഓരോ ഭാഗത്ത് ഇമ്പാക്ട് ഉണ്ടാക്കണമെന്ന് അറിയണം. അപ്പൊ നമ്മളൊരു ഡീപ്പ് അനാലിസിസ് നടത്തണം. എൻ്റെ ഫാമിലിയിലുള്ള ഞാൻ, എൻ്റെ കൂട്ടുകാർക്കിടയിലുള്ള ഞാൻ, ഇതാണ് ബിഹേവിയറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. ഞാൻ എന്നെ എങ്ങനെ നോക്കിക്കാണുന്നു, സൊസൈറ്റി എന്നെ എങ്ങനെ നോക്കിക്കാണുന്നു, സൊസൈറ്റിയിൽ ഞാൻ എങ്ങനെ, സൊസൈറ്റിയിൽ തന്നെ സ്പെസിഫിക് ഇടങ്ങളിൽ എങ്ങനെ, ജോബിൽ ഞാൻ എങ്ങനെ, ഫാമിലിയിൽ ഞാൻ എങ്ങനെ, കൂട്ടുകാർക്കിടയിൽ ഞാൻ എങ്ങനെ, തനിച്ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ, റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ ഞാൻ എങ്ങനെ, ചലഞ്ചസുകൾ ഫേസ് ചെയ്ത് ഞാൻ എങ്ങനെ, ഇങ്ങനെ ഓരോന്നും നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഡിഫറെന്റ് വേർഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ വേർഷനുകളിൽ നിന്നും നമ്മളൊന്ന് ചൂസ് ചെയ്യണം. ഇന്നേ വരെ നമ്മൾ അങ്ങനെ ഒന്നും ചൂസ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും വേണ്ടതൊക്കെ എടുത്ത് കൊണ്ടേക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നമ്മളൊന്ന് ചൂസ് ചെയ്തിട്ട് നമ്മൾ ചൂസ് ചെയ്തതിനെ തന്നെ നമ്മളെ ചൂസ് ചെയ്യാൻ വരുന്നതിലേക്കൊക്കെ നമ്മൾ ചൂസ് ചെയ്തതിനെ തന്നെ വെച്ചു കൊടുക്കാൻ പറ്റുമ്പോഴാണ് ആക്ച്വലി നമ്മളൊരു മാസ്റ്റർ ഓഫ് മൈൻഡ് ആവുന്നത്, ഒരു മൈൻഡ് മാസ്റ്ററി ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോഴാണ് സാഹചര്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കാതെ സാഹചര്യങ്ങളെ സ്വാധീനിച്ച് മാറ്റാൻ നമുക്ക് സാധിക്കാം. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഹൗ എന്നതിനും വാട്ട് എന്നതിനും മുന്നേ
ഹൂ എന്നത് കറക്റ്റ് ചെയ്താൽ ദാറ്റ് ഹൂ നോസ് ഹൗ ടു ഡു ഇറ്റ്, വാട്ട് ടു ഡു വിത്ത് ഇറ്റ്. എന്ന് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് ചെയ്യാൻ പാകപ്പെട്ട ഒരാൾ നമ്മളിലുണ്ടെങ്കിൽ ആ ആൾക്കാണ് അറിയാം, വേറെ ആർക്കും അല്ല. സോ ദ ആൻസർ ഈസ് വിത്തിൻ. നമ്മളുള്ളിൽ തന്നെയാണ് അത് വന്നുകൊണ്ടിരിക്കുക. ആക്ഷനും നമ്മളുള്ളിൽ തന്നെ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് അതിലേക്ക് ആക്ഷൻ എടുക്കാൻ എന്തോ ഒരു മടി. ചെക്ക് യുവർ വൈ, ചെക്ക് യുവർ ഇൻറ്റൻഷൻ ചെക്ക് ചെയ്യൂ, നിങ്ങളുടെ വൈ ചെക്ക് ചെയ്യൂ. കാരണം നിങ്ങൾക്ക് ഇത് എന്തിനായിരുന്നു വേണമെന്ന് കരുതിയത്? എനിക്ക് ഇന്ന കാര്യങ്ങളെ കൊണ്ട് വേണമെന്ന് ഞാൻ കരുതിയത്. ആ കരുതിയിരുന്നത് ആരായിരുന്നു? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിൽ വേറൊരാളെ കാണാൻ പറ്റും. ആ ആളാ കരുതിയത്. ഇപ്പൊ ആളില്ല, വേറെ ആളാണ്. അപ്പൊ ഇയാൾക്കത് വേണ്ട. ആ ആളാകുമ്പോൾ നമുക്ക് വേണം. അപ്പൊ ആ ആളെ ഇതിനായിട്ട് നിൽക്കണമെങ്കിൽ ആ ആളെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചൂസ് ചെയ്തോടിക്കണം. അതിനാണ് ജസ്റ്റ് ചെക്ക് യുവർ വൈ. അതിനാണ് കോച്ചസിനോട് ഫ്ലെയിം അവയർനെസ്സിലേക്ക് വരാൻ വേണ്ടി പറയുന്നത്. ഹൂ ഈസ് ഗോണ ഡു ഇറ്റ്? ദ പേഴ്സൺ ഹൂ ഈസ് ഹാവിങ് ദാറ്റ് അവയർനെസ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കോയിൻ ചെയ്തിട്ട് ഞാൻ GCTP പലപ്പോഴും കണക്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. കാരണം ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പല വേർഷൻസിലൂടെ പോകുമ്പോൾ ആയിരക്കണക്കിന് നമ്മൾക്കുള്ളിൽ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കും ചോദിച്ചു കഴിഞ്ഞാൽ അത് മിസ്സാവാതെ പോവാതിരിക്കാനുള്ള ഒരു ബ്യൂട്ടിഫുൾ ആങ്കറിങ് കൂടിയാണ് ഫ്ലെയിം. ഈ അവയർനെസ് എന്നുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഐ എം ജസ്റ്റ് ട്രൈങ് ടു കണക്ട് വിത്ത് ഗൈഡഡ് അവയർനെസ് എന്നുള്ളതിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. ഇറ്റ്സ് എ മെത്തഡോളജി ടു. അപ്പൊ ഈ രൂപേണ ഇഫ് യു ക്യാൻ ഡിസസോസിയേറ്റ് ആൻഡ് അനലൈസ് ഹൂ ഈസ് ഡൂയിങ് ദാറ്റ്. സോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ GT ഇരിക്കുമ്പോൾ നിങ്ങളിലെ ആരാണ്? ആൻഡ് ഇപ്പോൾ ഷീറിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലെ ബെസ്റ്റ് പെർഫോമർ പുറത്തു വരുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തു, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സന്തോഷം തോന്നി, നിങ്ങളുടെ ചുറ്റുപാട് നോക്കാണ്ട് നിങ്ങൾ സന്തോഷിച്ചാൽ, അപ്പൊ ചില സമയത്ത് നമുക്കൊരു ആവേശം കൂടല്ലോ, ജോയസ് സ്റ്റേറ്റ് വരല്ലോ. അപ്പൊ നമ്മൾ ബാക്കിയുള്ളവർ കളിയാക്കണത് മൈൻഡ് ചെയ്യൂല, കുറ്റപ്പെടുത്തുന്ന ഒരു മൈൻഡ് ഇല്ല. ഒരു ഭയങ്കര ഒരു വേണ്ട എന്ന് പറഞ്ഞാൽ അതൊക്കെ കുഴപ്പമില്ല, എല്ലാവരും പോയിക്കോളൂ, ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് അത്രമാത്രം ആഘോഷം. അപ്പൊ നമ്മൾ ഇന്നലെ വരെ അവിടെ പോകണ്ടെന്ന് പറഞ്ഞ വാപ്പ ഇന്ന് പോയിക്കോളാനൊക്കെ പറഞ്ഞ വാപ്പക്ക് എന്ത് പറ്റി എന്ന് വാപ്പ ആ ഒരു പെർഫോമൻസ് സ്റ്റേറ്റിലാണ്. സോ ലിമിറ്റേഷൻസ് ഇല്ല, ഭയങ്കര ഓപ്പണിങ്ങിലേക്ക് വരികയാണ്, കൺഫ്യൂഷൻസ് ഇല്ല, ഡൗട്ട് ഇല്ല, ഫിയർ ഇല്ല. ഇതൊക്കെ ഇല്ലാണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ പണി കിട്ടും, നാളെ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, ഈ തോട്ടുകളിലേക്ക് നിൽക്കുമ്പോൾ ആ ഐഡന്റിറ്റി നോക്കുമ്പോൾ നമുക്ക് അത് മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങളുടെ ഐഡന്റിറ്റി മാറിക്കഴിഞ്ഞാൽ ഇനി വീണ്ടും അത് വരാണെങ്കിൽ നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന രീതി വേറെ ആയതുകൊണ്ട് പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കിക്കൊള്ളട്ടെ, പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മളതൊന്ന് ഊരിപ്പോരുന്ന രീതികൾ നമ്മളെ ഹയർ സെൽഫിലാകുമ്പോൾ മാജിക്കലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആരെയും പേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് ശ്രദ്ധിച്ച് ഫിയർഫുൾ ആയിട്ട് ജീവിക്കേണ്ടി വരില്ല. അത്തരം ഒരു ഐഡന്റിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. സോ നിങ്ങളിലെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്ത് വരുന്ന സ്റ്റേറ്റ് ഏതാണ് എന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ അതിൽ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി നോക്കാം. ഹു ഈസ് ദാറ്റ് പേഴ്സൺ ഹു ഈസ് പെർഫോമിങ് വെൽ? ആ ആളൊന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ഇയാൾ എവിടെയൊക്കെ വന്നിട്ടുണ്ട്? ഇപ്പൊ പലപ്പോഴും ഗസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടായിരിക്കും, നിങ്ങൾ തന്നെ ഞെട്ടിപ്പോയ സമയം. ആ ഘട്ടങ്ങളിലൊക്കെ ആളെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ എടുക്ക് വന്ന് പോണ ആളെ എങ്ങനെ എപ്പോഴും എൻ്റെ വീട്ടിലാക്കാൻ പറ്റും, എപ്പോഴും എൻ്റെ കൂടെ നിർത്താൻ വേണ്ടി പറ്റും, അതിലേക്കുള്ള പരിശ്രമമായിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പൊ ആ ആൾ ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ആള് ഫുൾ ടൈം നമ്മളെ വീട്ടിൽ നിൽക്കാനുള്ള വഴി എന്താണ്? ആ ആളല്ലാത്തവരൊക്കെ പുറത്താക്കാം. അതിനാണ് റൂമി അൺലേണിംഗ് എന്ന് പറഞ്ഞത്. ആ പെർഫോമൻസിൽ നിലനിൽക്കാത്ത ഏതൊക്കെ നമ്മുടെ സെൽഫ് ഉണ്ടോ അതിലൊന്നും നമ്മൾ 100% കൊടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് നമ്മൾ 100% ജീവിച്ചിട്ടില്ല. ഉണ്ടായിരുന്നു. നമ്മൾ ആലോചിക്കും, നമ്മൾ ഒരു ദിവസം എടുത്തൊക്കെ എത്ര മൊമെന്റുകൾ ഉണ്ടായിരിക്കും. അതിങ്ങനെ വെറുതെ തള്ളി നീക്കി, അല്ലെങ്കിൽ കുഴപ്പമില്ല, അതിങ്ങനെ പോയി കണ്ടു വന്നു, പിന്നെ പോകേണ്ടത് ബാധ്യത അല്ല, അതുകൊണ്ട് പോയി, എല്ലാവരും ഉണ്ടായിരുന്നു, സംസാരിച്ചു വന്നു, പിന്നെ ജോബിന് പോവാലോ. അപ്പൊ അവിടെയൊക്കെ പലപ്പോഴും നമ്മൾ 100% സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ അവിടെ ആക്ച്വലി നമ്മളിൽ ഈ ഹയർ സെൽഫ് അല്ലേ നിൽക്കണേ. എന്നാൽ ആ ആളാണ് ആ പെർഫോമർ ഐഡന്റിറ്റിയിലുള്ള ആളാണ് അപ്പോൾ നമ്മളെ കൂടെ അക്കമ്പനി ചെയ്തതെങ്കിൽ മോസ്റ്റ് ബോറിങ് ആൻഡ് വേസ്റ്റ് സെനാരിയോ ആണെങ്കിൽ പോലും അതുവരെ വളരെ വേർത്തി ആൻഡ് മീനിങ് ഫുൾ ആക്കി മാറ്റിയിട്ടുണ്ടായിരിക്കും നമ്മൾ. അത് എങ്ങനെയെന്ന് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നാം അതെങ്ങനെ, അത് നിങ്ങളുടെ മൈൻഡിൽ ഒരു ഇഷ്യൂ വന്നിട്ട് അതിപ്പോ എങ്ങനെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എങ്ങനെ എന്ന് തോന്നിയിട്ട് ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത് ചിന്തിച്ച ഇമേജ് ഇല്ലേ, നിങ്ങളെ കണ്ടില്ല, അയാളെ മാറ്റിയേക്ക്, അയാൾക്ക് അതിന് കഴിയൂല, അയാൾ ഡൗട്ടേ തരൂ, ആ ആളാണ് പ്രശ്നം, ആ ഇമേജ് ആണ് പ്രശ്നം. അതിൽ നിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ചിന്തിച്ചുകൊണ്ട് ഇരിക്കാത്തതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പെർഫോമറെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ടോട്ടലി യു ക്യാൻ സീ ദ തിങ്സ് ആർ മേക്കിംഗ് ഡിഫറൻസ് ഉള്ളതാണ്. എല്ലാ സ്ഥലത്തും ആ വ്യക്തിയെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ? എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. എല്ലായിടത്തും അങ്ങോട്ട് എത്തിക്കൊള്ളുന്നില്ല. പക്ഷെ ഇപ്പം മൂപ്പര് ജീവിതത്തിൽ 5% മാത്രം അപ്പിയർ എന്നുണ്ടെങ്കിൽ അത് 10ലേക്ക് എത്തിയാൽ 10ന്റെ ഗുണം നമുക്കുണ്ടായിരിക്കും, അത് 15ലേക്ക് എത്തിയാൽ അതിന്റെ ഗുണം ഉണ്ടായിരിക്കും, അത് 20ലേക്ക് എത്തിയാൽ അതിന്റെ ഗുണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് നമ്മൾ അതിനെ ഇംപ്രവൈസ് ചെയ്ത് വരാം. അപ്പൊ നമുക്ക് ലൈഫിന്റെ പ്രസൻസ് കൂടുന്നതിനനുസരിച്ചിട്ട്
ലൈഫിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ഏരിയാസ് ഉണ്ടല്ലോ, ഹെൽത്ത്, വെൽത്ത്, ഫാമിലി, കരിയർ. ഈ ഏരിയകളിൽ ഓരോന്നിലും ആളും എല്ലാം ഇങ്ങനെ വന്നു പോകുന്നതെന്ന് വെച്ചാൽ ഓരോന്നിലും ഗ്രോത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഗൈഡഡ് കോഡിൻ്റെ കേസിൽ നമ്മൾ പറയാറുണ്ട്, ഇറ്റ്സ് നോട്ട് അബൌട്ട് സോൾവിങ് എ പ്രോബ്ലം. നമ്മളൊരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് എല്ലാം അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ആർ ഹെൽപ്പിംഗ് പീപ്പിൾ ടു റിയലൈസ് ഹൂ ദേ ആർ. അവരിലെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള റിയലൈസ് ചെയ്യാണ്. ആ റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ആ എലവേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എങ്ങനെ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാം എന്ന രീതിയിലേക്ക് എത്തിക്കണം. അല്ലാണ്ട് ഓരോരുത്തരെ വിളിച്ച് ഞാനിവിടെ കൗൺസിൽ ചെയ്യാറേ ഇല്ല. ഞാൻ ഇന്നേ വരെ അത്തരം കൗൺസിലിങ്ങിന് പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാണ്. ഇവിടെ നമ്മളെ ഏരിയ അതല്ല. പക്ഷെ വി ക്യാൻ സീ ദാറ്റ് ഡിഫറൻസ് ഈസ് ഹാപ്പനിങ് എന്നുള്ളതാണ്. അപ്പം ഈ രീതിയിൽ മാക്സിമം നമ്മളതിൽ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ മാക്സിമം രീതിയിൽ റിഫ്ലക്ട് ചെയ്തിട്ട് ട്രൈ ടു ചേഞ്ച് ഇറ്റ്. അതിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി നോക്കാം. അപ്പോൾ എവിടെയാണ് ഇപ്പോഴും പരിഹാരം കിട്ടാത്തത്? ഫിനാൻഷ്യൽ ചലഞ്ച് ഉള്ള ആള്. ഞാൻ വീണ്ടും പറഞ്ഞു, ഫിനാൻഷ്യൽ ചലഞ്ചിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങളെ വേസ്റ്റ് ആയിട്ടുള്ള ആളാണ് ആ ഫിനാൻഷ്യൽ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐഡന്റിറ്റി അയാളെ പിടിച്ച് മാറ്റി. അയാളെന്ന് നിങ്ങളുടെ ലൈഫിൻ്റെ പ്രൊമോട്ടർ നിങ്ങളാണ്, അല്ലേ? നിങ്ങളുടെ ലൈഫിൻ്റെ അഡ്വക്കേറ്റ് നിങ്ങളാണ്. അപ്പം നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഹോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ആൾ. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഹയർ ചെയ്യാനും, ശ്രദ്ധിച്ച് വേണം ഫയർ ചെയ്യാനും. ദാറ്റ് മീൻസ് നിങ്ങൾക്കാണ് ആരെ ഹയർ ചെയ്യണം ആരെ ഫയർ ചെയ്യണം എന്നുള്ള തീരുമാനം. അപ്പം ചില ഇടങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും ഹയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ പഴയ ആളെ തന്നെ. മൂപ്പർ എന്നെ ഓഡിറ്റ് ചെയ്തോട്ടെ, കുറേ കാലമായിട്ട് നമ്മളെ കുടുംബത്തിലുള്ള ആളല്ലേ, ഒരവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ചിരിക്കുക. അപ്പം അങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അപ്ഡേഷൻ ഉണ്ടാവില്ല. അപ്പം ആളെ പിടിച്ച് ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കിയിട്ട് പുതിയ ആളെ വെക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ, അതിന് എഫേർട്ട് എടുക്കുന്ന ആളുകൾക്ക് മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അവർക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇതിനർത്ഥം വീട്ടിലുള്ള പഴയ ആൾക്കാരെ ഗൈഡ് ഒഴിവാക്കാൻ പറഞ്ഞ് വല്യമ്മ പൊയ്ക്കോളി, അമ്മാമ്മ പൊയ്ക്കോ എന്ന സാധനമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കുള്ളിൽ കുറേ പ്രായം കൂടിയിട്ടുള്ള ഒരാൾക്കാണ്, കുറേ കാലമായിരിക്കും നമ്മളെ കൂടെ തന്നെ, ജനിച്ചത് മുതൽ ചില ഏരിയയിൽ ഇങ്ങനെ കിടക്കുക. ഫിനാൻഷ്യൽ ഏരിയയിൽ മൂപ്പർ ഇപ്പോൾ നമ്മൾ അഡ്വൈസറാണ്. ആളെ വെച്ച് നോക്കാം, ആ ആളെടുക്കുന്ന ഫിനാൻഷ്യൽ അഡ്വൈസ് എങ്ങനെയാണ് പോണത്. അപ്പോൾ ഒരു ഇമേജ് നിങ്ങൾക്ക് കിട്ടും. അയാളോട് പറയാം, തൽക്കാലം പ്ലീസ് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഇതുവരെയുള്ള സേവനങ്ങൾക്കൊക്കെ നന്ദി. പെൻഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതിൽ കൂടുതൽ ഇൻസെൻറ്റീവും മാസം തരാം. ദയവ് ചെയ്ത് സന്തോഷത്തോടു കൂടി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആളെ ഒഴിവാക്കിയിട്ട് അൺലേൺ ചെയ്തിട്ട് നിങ്ങളെ പെർഫോമർ ആയിട്ടുള്ള ആളോടൊന്ന് സംസാരിക്കും. നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ പഠനത്തിൽ മാത്രമല്ല താങ്കളുടെ സേവനം എനിക്ക് ആവശ്യമുള്ളത്, എൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലും കൂടി താങ്കൾ ഡ്യൂട്ടി ഏറ്റെടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. എത്ര വേണമെങ്കിൽ ഞാൻ ഓഫർ ചെയ്യാം, സാലറി വേണമെങ്കിൽ ഞാൻ എത്ര ഓഫർ ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. എന്താ സാലറി ആയിട്ട് ചോദിക്കുന്നത്? സാലറി ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സെൽഫ് വർത്ത്, സെൽഫ് എസ്റ്റീം, സെൽഫ് ലവ്, സെൽഫ് കൺസിഡറേഷൻ, സെൽഫ് കമ്പാനിയൻഷിപ്പ്, ഈ സാധനങ്ങളൊക്കെ കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പഴയ ആളുടെ കൂടെ എപ്പോഴും എന്ത് പ്രശ്നം വന്നാലും ഞാൻ എൻ്റെ കൂടെ ഇരുന്നിട്ട് എന്നെ ചിന്തിക്കുകയുള്ളൂ, ഓ സമാധാനം, എനിക്ക് വാല്യൂ തന്നു എന്നുള്ള രീതിയിൽ അവിടെ പിടിച്ചിരുത്തിയാണ്. അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യൂ. ജസ്റ്റ് തിങ്ക് ആൻഡ് റിഫ്ലക്ട്. എൻ്റെ റിലേഷൻഷിപ്പിൽ ഞാൻ അപ്പോയിന്റ് ചെയ്യേണ്ട എന്നിലെ തന്നെ കുറേ ആൾക്കാർ നോക്കരുത്, ഇതിൽ ആരാണ് റിലേഷൻഷിപ്പിൽ വന്ന് നിൽക്കേണ്ടത്. ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൽ ഇപ്പോഴും വന്ന് നിൽക്കുന്നത് അവരുടെ പാരൻസിൻ്റെ പാരൻസും ഇൻസ്പയർഡ് ആയിട്ട് വന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്, അതിലായിരിക്കും വന്നിരിക്കുന്നത്. നമ്മളെ കുടുംബം അപ്പൂപ്പന്മാരായിട്ട് ഇങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ കൂടിയിരുത്തിയിരിക്കുകയാണ്. അവർക്ക് വേറൊരു വീട് വെച്ചിട്ട് അവരവിടെ കൂടിയിരിക്കുക, ഗൃഹപ്രവേശമൊക്കെ നടത്തി കൊടുക്കുക, ഫണ്ടൊക്കെ ചെയ്തോളൂ, എന്നാലും നിങ്ങൾക്ക് ലാഭമാണ്. സോ തിങ്ക് ആൻഡ് റിഫ്ലക്ട് ഇൻ സച്ച് എ വേ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്കുള്ളിലെ ഹയർ ഐഡന്റിറ്റിയിലാണ് നമ്മൾ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുക. ഹയർ ഇമേജിലേക്ക് വരുന്തോറും ഹയർ ദ വൈബ്രേഷൻ, ഹയർ ഐഡന്റിറ്റി ആസ് യു ടേക്ക് ഹയർ ദ വൈബ്രേഷൻ. ഹയർ വൈബ്രേഷനിലേക്ക് വരുമ്പോൾ വാട്ട് ഹാപ്പൻ? ഹയർ ദ പെർഫോമൻസ്. അപ്പോൾ ഒരു വിഷയം തന്നെ 10 ഐഡന്റിറ്റിയുള്ള ആൾക്ക് ഇട്ട് കൊടുത്താൽ 10 വൈബ്രേഷനിൽ 10 രീതിയിലാണ് അവർ ചെയ്യുന്നത്. ബിക്കോസ് അവരിൽ ആരാണത് ആക്സസ് ചെയ്തത് എന്നൊരു ചോദ്യമുണ്ട്. ദ ഹൂ ഇൻ ദം ആക്സസ്, അവരിൽ ആരാണ് ആക്ച്വലി അത് ആക്സസ് ചെയ്തെന്നൊരു ചോദ്യമുണ്ട്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും സെറ്റ് ഹൂ ഈസ് ഡൂയിങ് ദാറ്റ്, ഞാൻ തന്നെ എന്ന് പറഞ്ഞ് നിർത്താതെ ഞാനിലെ ഏത് ഞാൻ എന്നുകൂടി ചെക്ക് ചെയ്യാം. സോ അനലൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഡിസസോസിയേറ്റ്. ഫോർ ദാറ്റ് പർപ്പസ് നമ്മളിലെ ഇത്തരത്തിലുള്ള ഹയർ ആയിട്ടുള്ള ഐഡന്റിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതുപോലത്തെ ഇപ്പം നിങ്ങൾ ആക്ച്വലി പോസ് ആൻഡ് റിഫ്ലക്ട് ചെയ്യായിരുന്നു 1 മണിക്കൂറോളം സമയം എൻ്റെ ടോപ്പിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ആക്ച്വലി വാട്ട് വാസ് ഹാപ്പനിങ്? നിങ്ങൾ കണ്ടംപ്ലേറ്റ് ചെയ്യാണ്, മനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ നിന്നും ക്ലാരിറ്റി കൊടുത്തോണ്ടിരിക്കുക, നിങ്ങളെ മൈൻഡിനെ പഠിപ്പിക്കുകയാണ്. ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ഇത് മനസ്സിൽ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ത്രൂ വിസ്ഡം. ഇത് കൊടുത്തതിന് ശേഷം യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദ പ്രാക്ടീസ്. അപ്പോൾ ആലോചിച്ചോക്കെ, ഞാൻ തുടങ്ങിയത് മുതൽ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ ഒന്നും വേണ്ടാത്തതില്ല.
അതെനിക്ക് വേണ്ടതല്ല എന്നൊരു സംഭവമില്ല. കാരണം കണ്ടംപ്ലേഷൻ സ്റ്റേറ്റിൽ പോസ് ആൻഡ് റിഫ്ലക്സ് സ്റ്റേറ്റിൽ ഒഴിവാക്കേണ്ടതായിട്ടൊന്നുമില്ല. അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടത് മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ, വേണ്ടാത്തത് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഇല്ല. ഇനി ഇവിടെ ഞാൻ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ ഓരോരോ എക്സാമ്പിൾസ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് ഏതോ ഒരു എക്സാമ്പിൾ സ്ട്രൈക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ പറയുന്ന ബാക്കിയുള്ള പോസ് ആൻഡ് റിഫ്ലക്സ് മിസ്സായിട്ട് വേറൊരാൾ വേറെ ഏതോ റൂട്ടിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഗൈഡഡ് ടോക്കിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്ന ഐഡന്റിറ്റി കറക്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് പകുതി വെച്ചിട്ട് നിങ്ങൾ ആ വന്നതിന്റെ കൂടെ അങ്ങ് പോയത്. ഈ ഗൈഡ് ബാക്കി പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞ് പോയിട്ടുള്ളത് ആക്ച്വലി ഗൈഡഡ് ടോക്കിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ആക്സസ് ചെയ്യേണ്ടിരുന്ന ഐഡന്റിറ്റി കുറച്ച് വൈബ്രേഷൻ താഴ്ന്നതായിരുന്നു. മുകളിലേക്ക് പോകുന്നതോറും യു വിൽ ബി ആക്റ്റീവ്ലി ലിസണിങ്. അത് ഏറ്റവും മുകളിലേക്ക് കയറ്റുന്നതിനനുസരിച്ച് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആക്റ്റീവ് ലിസണിങ്ങിന്റെ പീക്ക് തന്നെ യു വിൽ ബി ഹിയർ ഇൻ ദ വീഡിയോ. You will be here in the video. ഞാൻ വീണ്ടും പറഞ്ഞു you will be here in the video because I have that experience. എനിക്ക് അത് അത്രമാത്രം എക്സ്പീരിയൻസ് ഇത്രയും ആഴ്ചകളെടുത്ത് ചെയ്തുകൊണ്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളിലെ ഹൂ ആണ് ഹൗ യു ആർ അപ്പിയറിംഗ് ഇൻ ദ ഗൈഡഡ് ടോക്ക് എന്ന് തീരുമാനിക്കുന്നത്. Am I right or not? The who in you decides how you are appearing in the guided talk. Not only how you are appearing, how you are taking guided talk. എങ്ങനെയാണ് നിങ്ങൾ ഗൈഡ് ടോക്കിനെ എടുക്കുന്നത്, വാട്ട് യു ആർ ടേക്കിംഗ് ഫ്രം ദ ഗൈഡഡ് ടോക്ക് നിങ്ങൾ എടുത്തോണ്ടിരിക്കണേ. അപ്പോൾ ഗൈഡഡ് ടോക്കിൽ മാത്രം എന്നാൽ GC ചെയ്തു, GC ചെയ്തപ്പോൾ ഹൂ മാറി, വീണ്ടും ഗൈഡ് ടോക്കിൽ വന്നു. അപ്പൊ ഗൈഡ് ടോക്കിൽ നോക്കുന്ന രീതി മാറിയോ? ആരാ മാറിയത്? ഗൈഡഡ് ടോക്ക് മാറിയതല്ല, ഹൂ മാറിയപ്പം ഹൗ മാറി, വാട്ട് മാറി. മെന്ററിംഗിൽ വന്നു, ഒന്നുകൂടി ഹൂ എലവേറ്റ് ചെയ്തു, വീണ്ടും ഗൈഡ് ടോക്കിലേക്ക് തന്നെ വന്നു. സെയിം സ്ഥലത്തേക്ക് വന്നേ, വീണ്ടും ഗൈഡ് ടോക്കിന്റെ റേഞ്ച് മാറിയോ? ഇപ്പൊ ചിലർ പറയാം ഗൈഡ് ടോക്കിന്റെ റേഞ്ച് ഒക്കെ വേറെ ലെവലിൽ പോകുന്നുണ്ട്. ആദ്യത്തെ ഗൈഡ് ടോക്കും റേഞ്ച് ഉള്ളത് തന്നെയാണ്, പക്ഷെ നമ്മളിലെ ഹൂ മാറിയപ്പം ഹൗ മാറിയതാണ്. ദാറ്റ്സ് ഹൗ ദ ഐഡന്റിറ്റി ഷിഫ്റ്റ് മേക്ക്. അങ്ങനെയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇതേപോലെ നിങ്ങളൊന്ന് ആലോചിക്കേ, നിങ്ങളിലെ ഹൂ മാറി എന്നിട്ട് സെയിം റിലേഷൻഷിപ്പിലേക്ക് പോയി, അപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിനെ നോക്കുന്ന രീതി മാറി. വീണ്ടും ഹൂ മാറി, സെയിം റിലേഷൻഷിപ്പിലേക്ക് പോയി, നിങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും റിലേഷൻഷിപ്പിനെ പുതിയ പെർസ്പെക്റ്റീവ്സിൽ കാണാൻ വേണ്ടി തുടങ്ങി. അപ്പം നിങ്ങൾക്ക് അപ്ഡേഷൻസ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. You went for GCTP, you went for ruminate, whatever it is. ഓരോതിലും നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് തരാണ്. ചില ആൾക്കാർക്ക് ബെസ്റ്റ് പെർഫോമർക്ക് ഒറ്റ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ആസ് യു കം ഹിയർ നിങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമർക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് വരുന്നത്. റൂമിനൈറ്റ് വൈബിൽ എടുക്കുന്ന ആളുകൾക്കുള്ള ഒരു ഹയർ സ്റ്റേറ്റ് ഉണ്ട്, അത് വേറൊരു റേഞ്ച് ആണ്. GCTP ലെവലിൽ വേറൊരു സ്റ്റേറ്റ് ഉണ്ട്, മെന്ററിംഗിൽ വേറൊരു സ്റ്റേറ്റ് ഉണ്ട്, GCയിൽ വേറൊരു സ്റ്റേറ്റ് ഉണ്ട്. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഹയസ്റ്റ് ഐഡന്റിറ്റികൾ എടുക്കാൻ. കാരണം GC എന്ന് റിയലൈസ് ചെയ്യുന്ന നിങ്ങൾ, GCTP എന്ന് റിയലൈസ് ചെയ്യുന്ന നിങ്ങൾ, റൂമിനേറ്റ് എന്ന് റിയലൈസ് ചെയ്യുന്ന നിങ്ങൾ, ഇതൊക്കെ നിങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ കാണുകയാണ് നമ്മൾ സാധാരണ ലെവലിൽ നിൽക്കുമ്പോൾ GCക്ക് താഴെയുള്ള വൈബ്രേഷൻ നിൽക്കുന്ന സമയത്ത് നമ്മളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വരുന്ന വെറൈറ്റി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ താഴ്ന്ന് കിടക്കുന്ന കുറെ ഇമേജുകളുടെ ഓപ്ഷൻസാണ് വരുന്നത്. അതിന്റെ മുകളിലോട്ട് നമുക്കൊക്കെ എന്താ ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള എന്ന് ചിന്തിക്കുന്നവർക്ക് പറഞ്ഞു തീരാത്തത്ര ഓപ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ആക്ച്വലി നമ്മുടെ എവല്യൂഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യണത്. നമുക്ക് അപ്പേ നമ്മളിലെ സ്പിരിച്വൽ ഇൻക്വയറിയിലേക്കുള്ള എൻട്രി പാസ് കിട്ടുന്നുള്ളൂ. അത് കിട്ടുന്നതോടുകൂടി ഈ പ്രപഞ്ചത്തിലുള്ളതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മളിലെ തന്നെ ഡിഫറെന്റ് എലവേറ്റഡ് അവയർനെസ് നമുക്ക് ആക്ച്വലി കാണാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ദാറ്റ്സ് റിയലി അമേസിങ്. ഇപ്പോൾ ഫോർ മീ GTയിൽ പെർഫോം ചെയ്തിരിക്കുന്ന ഞാൻ, GCയിൽ പെർഫോം ചെയ്യുന്ന ഞാൻ, റൂമിനൈറ്റിൽ അപ്പിയർ ചെയ്യുന്ന ഗൈഡ്, പ്രീമിയത്തിൽ അപ്പിയർ ചെയ്യുന്ന ഗൈഡ്, ഇഫ് യു ഡിഫറൻഷിയേറ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ എല്ലാത്തിലും പെർഫോമൻസ് ഉണ്ടായിരിക്കും. സോ ദർ ആർ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ഫോർ മീ മൾട്ടിപ്പിൾ ഹയർ ഓപ്ഷൻസ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിൽ ഏതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വി ഹാവ് ഡിഫറെന്റ് ഇമേജസ്. അങ്ങനത്തെ വെറൈറ്റി ഓഫ് ഹയർ ഓപ്ഷനുകൾ നമ്മളിൽ നിന്നും നമ്മൾ കണ്ടെത്തണം. അപ്പോഴാണ് നമ്മൾ അൺഡിഫൈനബിൾ ആവുന്നത്, നിർവചിക്കാൻ പറ്റില്ല. ഇതാണോ വെച്ചാൽ അതാണ്, ഇതാണോ വെച്ചാൽ അതുമാണ്, ഇതുമാണ്. ഈ രീതിയിലേക്ക് വിൽ ബി സ്റ്റാർട്ടിങ് എക്സ്പ്ലോറിങ് അവർ ലൈഫ് എന്നുള്ളതാണ്. സോ ജസ്റ്റ് എ പോയിന്റ്, ഞാനിന്ന് തുടങ്ങി വന്നത് ഒരൊറ്റ പോയിന്റിലാണ്. ആ ചെറിയൊരു പോയിന്റ് ഇല്ലെങ്കിൽ ഇന്നത്തെ ടോക്ക് ഒന്നും കണക്ട് ആവില്ല. ഞാൻ പറഞ്ഞത് പ്രോബ്ലവും നിങ്ങളും രണ്ടായിരിക്കണം, രണ്ടായിട്ടിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു ഡിസസോസിയേഷൻ നടത്താതെ എത്ര കൗൺസിലിംഗ് ചെയ്തിട്ട് എന്താ കാര്യം? ഈ ഒരു ഡിസസോസിയേഷനിലേക്ക് എത്താതെ എത്ര പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ട് എന്താ കാര്യം? ബിക്കോസ് യു ഹാവ് ടു ബി ഓൺ ദ പ്രോബ്ലം, നോട്ട് ഇൻ ദ പ്രോബ്ലം. ഓൺ ദ പ്രോബ്ലത്തിലൂടെ മാത്രമേ നമുക്ക് സൊല്യൂഷൻസ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഏകദേശമൊക്കെ കഷ്ടപ്പെട്ട് ഒന്നും നടക്കുന്നില്ല എന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ കൊണ്ടിടും. ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ ഒന്നിലേക്കില്ല, ഞാൻ ഓഫായിട്ട് കുറച്ച് ഞാൻ റിലാക്സ് ചെയ്ത് ഇരിക്കട്ടെ, നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരല്ലേ, ഞാൻ ഇനി ഒന്നിലേക്കില്ല. ഈ ഇരുത്തത്തിൽ എന്തിലേക്കുള്ള ഓപ്പണിംഗാണ് വരുന്നത്? ഈ കണ്ടംപ്ലേഷനിലേക്കുള്ള, പോസ് ആൻഡ് റിഫ്ലക്ട് ചെയ്യാനുള്ള സ്റ്റേറ്റിലേക്കുള്ള ഓപ്പണിംഗാണ് വരുന്നത്. ആ ചിന്തകളിലും
നമുക്ക് ചെറുതായിട്ട് ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിസസോസിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ചിന്തകളും വേസ്റ്റ്, കാരണം വീണ്ടും ഓവർ തിങ്കിങ് ആണ്. ഞാൻ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, ഇത് എന്താവുമെന്ന് എനിക്കറിയില്ല, ആകെ പ്രശ്നമാണ്. ആക്ച്വലി ദേ ആർ സ്റ്റിൽ ഇൻ ദ പ്രോബ്ലം, ദേ ഹാവ് നോട്ട് ഡിസസോസിയേറ്റഡ്. സോ ഈ ഒരു അപ്രോച്ച് വിഷയങ്ങളിലേക്ക് നടത്തി നോക്കൂ, നിങ്ങൾക്ക് ക്ലാരിറ്റി കൂടുതൽ കിട്ടുന്നത് കാണാൻ വേണ്ടി പറ്റും. ക്ലാരിറ്റി കിട്ടിയാൽ മാത്രം പോരാ, ക്ലാരിറ്റി തരുന്ന ഉള്ള സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ പെർഫോമർ ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ അലൈൻ ചെയ്യാൻ വേണ്ടി നോക്കണം. ഇനി ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു കുറേ ഉണ്ടായിരിക്കും, അത് നമുക്ക് പതിയെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒറ്റയടിക്ക് എല്ലാം അങ്ങ് പറഞ്ഞു പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അപ്പം അതിന് വി നീഡ് സ്റ്റെപ്സ്. അതിൽ ചെറിയ ടിപ്പുകൾ എന്ന് തന്നു, ഇതിൽ ചിന്തിക്കാം, ഇതിൽ പ്രവർത്തിച്ചുകൊണ്ട് വെക്കാം. അറ്റ്ലീസ്റ്റ് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഹൂ ഈസ് അപ്രോച്ചിങ് ദിസ്, നിങ്ങളിൽ ഹൂവിനെ മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺവെർസേഷൻ്റെ ക്വാളിറ്റി മാറും. ഇവിടെ ആരാണ് സംസാരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ തന്നെ ദ ക്വാളിറ്റി ഓഫ് ദ കോൺവെർസേഷൻ ചേഞ്ചസ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫ്രേസുകൾ മാറി തുടങ്ങും, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാക്കുകളുടെ പവർ അത് ചേഞ്ച് ചെയ്ത് തുടങ്ങും. അത്രമാത്രം ഡിഫറൻസ് ഇൻ യുവർ ബിഹേവിയർ യു ക്യാൻ എക്സ്പ്ലോർ എന്നുള്ളതാണ്. സോ ഇതുപോലെ ചിന്തിക്കാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിന്നും മാക്സിമം റിസൾട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരിക്കലും ഹൂ എന്നതിൽ കോംപ്രമൈസ് ചെയ്യരുത്. ചില ആളുകൾക്ക് ഡീപ്പ് ബിലീഫായിട്ട് കിടക്കാണ്, ഞാൻ ഇതാണ്. അതല്ലാത്ത ഒരാളും നിങ്ങളിലുണ്ടോ? 90% നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ഒരാളാണ്. ഏതോ പോയിന്റിൽ നിങ്ങൾ ശാന്തരാകുന്ന ഒരാളുണ്ടോ? ആളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കൂ, ആളുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കൂ, ആളുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. അതിനാണ് ഫീൽ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ്. അത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ, അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് നോക്കൂ. അപ്പം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിന് അതിനെപ്പറ്റിയുള്ള അവയർനെസ് കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും ആളുകൾ മാറി ഞാനെന്താ ഇങ്ങനെ വീണ്ടും അതെന്നെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും അതേ റോളിൽ തന്നെ കണ്ടംപ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടാത്ത റോളിനെ പറ്റി കൂടുതൽ കണ്ടംപ്ലേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് വേണ്ടത് എന്താണോ അതിനെപ്പറ്റി കൂടുതൽ കണ്ടംപ്ലേറ്റ് ചെയ്തൂടെ, അതിനൊരു അന്വേഷണം നടത്തിക്കൂടെ. ബിക്കോസ് വാട്ട് യു സീക്ക് ഈസ് സീക്കിങ് യു എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ യു ബിക്കം വാട്ട് യു സീക്ക് എന്നും റൂമി പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ സീക്ക് ദാറ്റ് ഹയർ സെൽഫ്, അതിന് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുകളെ കണ്ടംപ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു പ്രാക്ടിക്കൽ ടാസ്ക് ആയിട്ട് വരും. ഇപ്പോൾ ഒരിക്കലും നമ്മൾ പറഞ്ഞ പോലുള്ള ഒരു ഫേക്കിംഗ് വിഷ്വലൈസേഷൻ ആയിട്ട് തോന്നൂല. അത് ഇറ്റ് ബിക്കംസ് എ പ്രാക്ടിക്കൽ ടാസ്ക്, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അടുത്ത വീക്കിൽ നമുക്ക് വീണ്ടും കാണാം. ഈ നവംബർ മന്തിൽ നമ്മുടെ 60th GC ആണ്. 60ാമത്തെ മാസത്തിലേക്ക് ഗൈഡഡ് കോഡ് കടക്കുകയാണ്. ഗൈഡഡ് കോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 60ാമത്തെ ബാച്ചിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോഡലായിരിക്കും നമ്മൾ GC ഇനി ജാനുവരി മുതൽ വരാനും വേണ്ടി പോകുന്നത്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി വണ്ടർഫുൾ ഫോർ യു ടു ജോയിൻ ഫോർ ദ GC. ആൻഡ് ഓൾസോ റൂബി നൈറ്റ് വരുന്നുണ്ട്. നമ്മുടെ GCTP പ്രോഗ്രാം ഓൾറെഡി പ്രീ ട്രെയിനിങ്ങിൻ്റെ ബേസിക് സ്ട്രക്ചേഴ്സ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഇന്നലെയും ഒക്കെ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എന്തൊക്കെയാണ് ആവശ്യമുള്ളത് മെൻറ്റേഴ്സിനെ കണക്ട് ചെയ്താൽ ദേ വിൽ ഹെൽപ്പ് യു. ആവശ്യമുള്ളത് മാത്രം, ആവശ്യമില്ലാത്തതിലേക്ക് നമ്മൾ വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കണക്ട് ദ മെൻറ്റേഴ്സ് ആൻഡ് ഇതിലേക്കാണ് എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളത്, എൻറോൾ ചെയ്യാം. എനിവേ താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. ബൈ.